ഹലോ, ഗുഡ് ഈവനിങ്. എല്ലാ പ്രേക്ഷകർക്കും പ്രൈം ടൈമിലേക്ക് സ്വാഗതം. അഡ്വക്കേറ്റ് ബെയിലിൻ ദാസ് പിടിയിലായി. കഴിഞ്ഞ 1-2 ദിവസങ്ങളായി നമ്മുടെ വാർത്താമാധ്യമങ്ങളെ മുഴുവൻ ചൂഴുന്ന ഒരു സംഭവമായിരുന്നു തിരുവനന്തപുരത്ത് വഞ്ചിയൂർ ജൂനിയർ അഭിഭാഷകയ്ക്ക് മർദ്ദനമേറ്റ സംഭവം. അതിലെ പ്രതി ഒളിവിലായിരുന്നു. ആ പ്രതി തുമ്പ പോലീസിൻ്റെ പിടിയിലായി എന്നുള്ള വാർത്ത വരുന്നുണ്ട്. പ്രൈം ടൈം ആരംഭിക്കുന്നു. ഹലോ, പ്രൈം ടൈമിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും വീണ്ടും സ്വാഗതം. പ്രൈം ടൈം തുടരുകയാണ്. തിരുവനന്തപുരം വഞ്ചൂർ കോടതിയിലെ അഭിഭാഷകയെ മർദ്ദിച്ച കേസിൽ അഡ്വക്കേറ്റ് ബെയിലിൻ ദാസ് പിടിയിലായി എന്നുള്ളതാണ് ഈ മണിക്കൂറിൽ വരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത. ഒളിവിലായിരുന്ന ബെയിലിൻ ദാസിനെ തിരുവനന്തപുരം സ്റ്റേഷൻ കടവിൽ നിന്ന് തുമ്പ പോലീസാണ് അറസ്റ്റ് ചെയ്തത്. പ്രതിയെ വഞ്ചൂർ പോലീസിന് കൈമാറും. പിന്തുണച്ച എല്ലാവർക്കും നന്ദി എന്ന മർദ്ദനമേറ്റ അഡ്വക്കേറ്റ് ഷാമിലി 24-നോട് പറഞ്ഞു. എല്ലാം കോടതിയിൽ പറയാമെന്ന പ്രതി ബെയിലിൻ ദാസും പ്രതികരിച്ചു. ബെയിലിനെ തിരുവനന്തപുരം DCPയുടെ നേതൃത്വത്തിൽ ഇപ്പോൾ ചോദ്യം ചെയ്യുകയാണ്. കൂടുതൽ വിവരങ്ങളുമായി ഷെവീദ് റാവുത്തർ തിരുവനന്തപുരം നിന്ന് ചേർന്നു. ഷെവീദ്, എന്തൊക്കെയാണ് നടപടിക്രമങ്ങൾ? എവിടെ വരെയായി കാര്യങ്ങൾ? കഴിഞ്ഞ 3 ദിവസം മുൻപാണ് തിരുവനന്തപുരം മഞ്ചൂർ കോടതിയിൽ അസാധാരണമായ ഒരു സംഭവം നടന്നത്. തൊഴിലിടത്തിൽ ഒരു യുവതിക്ക്, ഒരു ജൂനിയർ അഭിഭാഷകയ്ക്ക് സീനിയർ അഭിഭാഷകന്റെ മർദ്ദനമേറ്റു. അതിന്റെ ചിത്രങ്ങളടക്കമുള്ള കാര്യം, പാറശാല സ്വദേശി ഷാമിലിയെ ക്രൂരമായി മർദ്ദിച്ചതിന്റെ ചിത്രം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ അത് കേരള മനസാക്ഷിക്ക് മുൻപിൽ ചർച്ചയാവുകയും ചെയ്തിരുന്നു. ഇതിന് പിന്നാലെ കഴിഞ്ഞ 2 ദിവസം ഇതൊരു വലിയ പൊതുസമൂഹ പ്രശ്നമായി മാറുകയും വലിയ തരത്തിലുള്ള വിമർശനം ഈ വിഷയത്തിൽ സീനിയർ അഭിഭാഷകനായിട്ടുള്ള ബെയിലിൻ ദാസിനെതിരെ ഉയരുകയും ചെയ്തു. മാത്രമല്ല, ഇന്നലെ വൈകുന്നേരത്തോടുകൂടി മന്ത്രി P. രാജീവ് നേരിട്ടെത്തി ഷാമിലിയെ കണ്ട് ഷാമിലിക്ക് പിന്തുണ അർപ്പിക്കുകയും ചെയ്തു. തൊഴിലിടത്തിൽ ആരെങ്കിലും, പ്രത്യേകിച്ച് ഒരു സ്ത്രീ ആക്രമിക്കപ്പെട്ടാൽ സർക്കാർ ഇരയ്ക്കൊപ്പമാണ് എന്നുള്ള കാര്യം ഉറപ്പിക്കുകയായിരുന്നു സർക്കാർ. പിന്നീട് ഇന്ന് രാവിലെ മുതൽ പോലീസിന് മേൽ വലിയ സമ്മർദ്ദമുണ്ടായി ബെയിലിൻ ദാസിനെ പിടിക്കാൻ. കഴിഞ്ഞ 3 ദിവസം മുൻപ് ഈ സംഭവം നടന്ന ഈ കോടതി, വഞ്ചൂർ അകത്തായിരുന്നു ഈ സംഭവം നടക്കുന്നത്. ശേഷം ഈ ബാർ അസോസിയേഷൻ അടക്കം ആ വിഷയത്തിൽ ഇടപെട്ടുകൊണ്ട് കോടതിക്കകത്ത് നിന്ന് പ്രതിയെ പിടികൂടാൻ കഴിയില്ല, കാരണം നിങ്ങളൊരു FIR രജിസ്റ്റർ ചെയ്തിട്ട് വരൂ എന്നുള്ളതായിരുന്നു അവരുടെ പ്രതികരണം. അതോടുകൂടി ഈ പ്രതിക്ക് രക്ഷപ്പെടാൻ അവസരമൊരുക്കി എന്ന കുറ്റപ്പെടുത്തലും ബാർ അസോസിയേഷനെതിരെ ഉയർന്നിരുന്നു. അതിനുശേഷം ഒളിവിൽ പോയിട്ടുള്ള ബെയിലിൻ ദാസിനെതിരെ വ്യാപക അന്വേഷണം തിരുവനന്തപുരം ആകെ പോലീസ് നടത്തി. പ്രത്യേകിച്ച് ഈ ബെയിലിന്റെ സ്വന്തം സ്ഥലമായിട്ടുള്ള പൂന്തുറ അടക്കമുള്ള സ്ഥലങ്ങളിൽ വലിയ പരിശോധന പോലീസിന്റെ ഭാഗത്തു നിന്നുണ്ടായി. പ്രത്യേകിച്ച് ചില നിർണായക വിവരങ്ങൾ പോലീസിന് ലഭിക്കുകയും ചെയ്തു. ഇന്ന് രാവിലെയാണ് ബെയിലിൻ ദാസിന്റെ ചില ബന്ധുക്കളെ, അതേപോലെ സുഹൃത്തുക്കളെ അടക്കം പോലീസ് കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്തത്. പൂന്തുറയിലെ ഇയാളുടെ വീട്ടിൽ പരിശോധന നടത്തിയപ്പോഴും പോലീസിന് ഇയാളെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. ശേഷം ഇന്ന് 11 മണിയോടുകൂടി ഈ ബെയിലിൻ ദാസിന്റെ അക്കൗണ്ടിലേക്ക് പണമിട്ട് കൊടുത്ത ബന്ധുവിനെ കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിലാണ് ബെയിലിൻ ദാസ് ഈ ഒളിവിൽ കഴിയുന്ന സ്ഥലം മാറാൻ ചില തീരുമാനമെടുക്കുന്നു എന്നുള്ള സൂചന കിട്ടുന്നത്. അങ്ങനെ തുമ്പ പോലീസിന് വഞ്ചൂർ പോലീസ് വിവരം കൈമാറി. ഒടുവിൽ ഈ സ്റ്റേഷൻ കടവെന്ന് പറയപ്പെടുന്ന തിരുവനന്തപുരം കഴക്കൂട്ടത്തുള്ള ഒരു പ്രധാനപ്പെട്ട സ്ഥലത്ത് വെച്ച്, ഇതൊരു തീരദേശ മേഖല തന്നെയാണ്, അവിടെ വെച്ച് ബെയിലിൻ ദാസിനെ കാർ തടഞ്ഞ് കീഴ്പ്പെടുത്തുകയായിരുന്നു എന്നുള്ളതാണ് പോലീസ് ഇപ്പോൾ വ്യക്തമാക്കുന്ന കാര്യം. ബെയിലിൻ ദാസ് സഞ്ചരിച്ചിരുന്ന കാറും അതേപോലെ ഇയാളുടെ ഒരു ബന്ധു, ഒപ്പമുണ്ടായിരുന്ന ഒരു ബന്ധുവിനെയും പോലീസ് കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട്. ഇതിൽ പോലീസ് ഇപ്പോൾ വ്യക്തമാക്കുന്ന കാര്യം, ഇയാൾ ഒളിവിൽ കഴിഞ്ഞിരുന്ന പൂന്തുറയിലെ ഒരു സ്ഥലത്ത് നിന്ന് ഓൾ സയൻസ് വഴി സ്റ്റേഷൻ കടവ് വഴി മറ്റൊരു സ്ഥലത്തേക്ക് രക്ഷപ്പെടാനുള്ള ശ്രമത്തിനിടെയാണ് ഇയാളെ പിടികൂടിയതെന്നുള്ള കാര്യം പോലീസ് വ്യക്തമാക്കുന്നു. നമ്മളിപ്പോൾ നിൽക്കുന്ന ഈ വഞ്ചൂർ പോലീസ് സ്റ്റേഷനിൽ ഇയാളെ ബെയിലിൻ ദാസിനെ ചോദ്യം ചെയ്തു വരികയാണ്. ഇന്ന് തന്നെ ബെയിലിൻ ദാസിനെ മജിസ്ട്രേറ്റിന് മുൻപിൽ ഹാജരാക്കും. നിലവിലിപ്പോൾ പോലീസ് ചുമത്തിയിരിക്കുന്നത് ജാമ്യമില്ലാ കുറ്റമാണെങ്കിലും ശക്തമായ ചില വാദങ്ങൾ ബെയിലിൻ ദാസിന്റെ അഭിഭാഷകനും ഉയർത്തും എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന വിവരം. ഇന്ന് ഉച്ചയ്ക്ക് ശേഷം ബെയിലിൻ ദാസ് മുൻകൂർ ജാമ്യാപേക്ഷയുമായി കോടതിയെ സമീപിച്ചിരുന്നു. അതിൽ അദ്ദേഹം പറഞ്ഞ കാര്യം, തനിക്കെതിരെ ചുമത്തിയിരിക്കുന്ന കുറ്റങ്ങൾ അത് നിലനിൽക്കുന്നതല്ല. മാത്രവുമല്ല, ഷാമിലിയാണ് തന്നെ ആദ്യം മർദ്ദിച്ചത്, ഒരു പ്രകോപനത്തിന്റെ പേരിലുണ്ടായി, താൻ അറിയാതെ സംഭവിച്ചു പോയ ഒരു കാര്യം എന്നുള്ളതാണ് ബെയിലിൻ ദാസ് മുൻകൂർ ജാമ്യാപേക്ഷയിൽ പറഞ്ഞിരിക്കുന്ന കാര്യം. ഇതിനോട് എങ്ങനെ മജിസ്ട്രേറ്റിന് മുൻപിൽ ഹാജരാക്കുമ്പോൾ ഈ വാദത്തോട് മജിസ്ട്രേറ്റ് പ്രതികരിക്കുമെന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഏതായാലും നിലവിലിപ്പോൾ ഈ ജാമ്യം ലഭിക്കാത്ത വകുപ്പുകൾ ചുമത്തിയാണ് പോലീസ് കേസെടുത്തതെങ്കിലും മജിസ്ട്രേറ്റിന്റെ നിലപാട് നിർണായകമാകും. 3 ദിവസങ്ങൾക്ക് ശേഷം പോലീസിനെ സംബന്ധിച്ച് വലിയൊരു ആശ്വാസകരമായ ഒരു നീക്കമാണ് ബെയിലിൻ ദാസിനെ പിടികൂടാൻ കഴിഞ്ഞത്. ഒരു പക്ഷേ ആന്റിസിപ്പേറ്ററി ബെയിൽ കൊടുത്തൊരു സാഹചര്യത്തിൽ ബെയിലിൻ ദാസിന് പോലീസ് സമയം അനുവദിക്കുമെന്നടക്കമുള്ള ചില സൂചനകൾ അത് പുറത്തേക്ക് വിമർശനമായി ഉയർന്നിരുന്നു. അതിനൊന്നും നിന്നില്ല. പോലീസ് വിവരം കിട്ടിയ ഉടൻ തന്നെ ആക്ട് ചെയ്തു. ബെയിലിൻ ദാസിനെ പിടികൂടിയിരിക്കുന്നു. അല്പസമയത്തിനുള്ളിൽ ബെയിലിൻ ദാസിനെ മജിസ്ട്രേറ്റിന് മുൻപിൽ ഹാജരാക്കും എന്നുള്ള വിവരം കൂടി നമുക്ക് വഞ്ചൂർ പോലീസ് സ്റ്റേഷനിൽ നിന്ന് പങ്കുവയ്ക്കാൻ കഴിയും. താങ്ക് യു. ഷെവീദ് റാവുത്തറാണ് വിവരങ്ങൾ നൽകിയത്. തിരുവനന്തപുരത്ത് വഞ്ചൂർ വച്ച്
അഡ്വക്കേറ്റ് ശ്യാമിലിയെ കയ്യേറ്റം ചെയ്ത സീനിയർ അഭിഭാഷകൻ ബെയ്ലിൻ ദാസിനെ തുമ്പ പോലീസ് പിടികൂടി എന്നുള്ള വാർത്തയാണ് ഈ മണിക്കൂറിൽ വരുന്നത്. അദ്ദേഹം ഒളിവിലായിരുന്നു. മാത്രമല്ല അദ്ദേഹത്തെ പിടിക്കാനുള്ള പോലീസിൻ്റെ ശ്രമം അവിടുത്തെ ബാർ അസോസിയേഷൻ തടഞ്ഞിരുന്നു. FIR ഇടാതെ പ്രതിയെ പിടിക്കാൻ വന്നതാണെന്ന് ചോദിച്ച് തടഞ്ഞതുകൊണ്ട് അയാൾക്ക് അപ്പോൾ രക്ഷപ്പെട്ടു പോകാൻ കഴിഞ്ഞിരുന്നു. എന്നാൽ വ്യാപകമായ തെരച്ചിൽ നടത്തി പോലീസ് അവസാനം അയാളെ കണ്ടെത്തിയെന്നാണ് മനസ്സിലാക്കുന്നത്. ബെയ്ലിൻ ദാസിനെ പിടികൂടി. ഈ ബെയ്ലിൻ ദാസിൻ്റെ അടുത്ത നടപടിക്രമം എന്താണ്? മജിസ്ട്രേറ്റിന് മുന്നിൽ ഹാജരാക്കുമോ ഈ രാത്രിയിൽ തന്നെ? SK ഉറപ്പായിട്ടും അങ്ങനെ തന്നെയാണ് പോലീസിന്റെ നീക്കം എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യം. പ്രത്യേകിച്ച് നിരവധി അഭിഭാഷകർ ഇതിനോടകം തന്നെ ഈ വഞ്ചൂർ പോലീസ് സ്റ്റേഷനിലേക്ക് എത്തിയിട്ടുണ്ട്. സ്വാഭാവികമായും ഒരു അഭിഭാഷകൻ പ്രതിയായ കേസാണ്. മാത്രവുമല്ല ആ കേസിന്റെ ഗ്രാവിറ്റി വളരെ കൂടുതലാണ്. ഒരു തൊഴിലിടത്തിൽ വെച്ച് സ്ത്രീയെ മർദ്ദിച്ചു എന്നതിനപ്പുറത്തേക്ക് ഒരു അഭിഭാഷകൻ, ഒരു സീനിയർ അഭിഭാഷകൻ ജൂനിയർ അഭിഭാഷകയെ മർദ്ദിച്ചു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഈ വിഷയത്തിൽ ഷാമിലിയുടെ കുടുംബം ചില വിമർശനങ്ങൾ ഉയർത്തിയിരുന്നു. പ്രത്യേകിച്ച് ബാർ അസോസിയേഷന്റെ പ്രതികരണത്തിൽ അവർക്ക് വിമർശനമുണ്ടായിരുന്നു. ഈ ബെയ്ലിൻ ദാസിനെ പിടികൂടാൻ വൈകുന്നതിൽ അവർക്ക് വിമർശനമുണ്ടായിരുന്നു. എന്നാൽ ഇയാളെ പിടികൂടി കഴിഞ്ഞപ്പോൾ കുടുംബത്തിന്റെ പ്രതികരണം നമ്മൾ കേട്ടതാണ്, ഷാമിലിയുടെ പ്രതികരണം നമ്മൾ കേട്ടതാണ്. അവർ പറയുന്നത് തങ്ങൾക്ക് നിലവിൽ ഇപ്പോൾ ഒരു ആശ്വാസമുണ്ട്, പോലീസിൽ വിശ്വാസമുണ്ട് എന്നവർ പ്രതികരിച്ചു. നിലവിൽ ഇപ്പോൾ പോലീസിന്റെ നടപടി അനുസരിച്ച് ഇക്കാര്യത്തിൽ വിശദമായ ഒരു ചോദ്യം ചെയ്യൽ ആവശ്യമാണ്. കാരണം ജാമ്യമില്ലാ കുറ്റമാണ്, വലിയ ചർച്ചയായ വിഷയമാണ്. ഇക്കാര്യത്തിൽ കോടതിയിൽ കൊടുക്കുന്ന റിപ്പോർട്ട് അടക്കമുള്ള കാര്യങ്ങൾ ഗൗരവമുള്ളതാണ്. അതുകൊണ്ട് തന്നെ ബെയ്ലിൻ ദാസിനെ വിശദമായി ചോദ്യം ചെയ്യണം. ആ നടപടിക്രമങ്ങൾ നടത്തിവരികയാണ്. ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരടക്കം ഇവിടേക്ക് എത്തിയിട്ടുണ്ട്. DCP എത്തിയിട്ടുണ്ട്, AC അസിസ്റ്റന്റ് കമ്മീഷണർ. മർദ്ദനമേറ്റ അഡ്വക്കേറ്റ് ശ്യാമിലി ഇപ്പോൾ നമുക്കൊപ്പം ചേരുകയാണ്. MG പ്രതീഷ് അവർക്കൊപ്പം ഉണ്ട്, നമ്മുടെ പ്രതിനിധി. പ്രതീഷ്, പ്രൈം ടൈമിലേക്ക് സ്വാഗതം. ശ്യാമിലിക്ക് തീർച്ചയായിട്ടും ശ്യാമിലിക്ക് ആശ്വാസകരമായ വാർത്തയാണ് വരുന്നത്. അവരെ മർദ്ദിച്ച പ്രതി പിടിയിലായിരിക്കുന്നു. അപ്പോൾ എന്തൊക്കെയാണ് അവർക്ക് ഇപ്പോൾ, പ്രത്യേകിച്ച് പോലീസ് കാര്യമായ അന്വേഷണം നടത്തി തെരച്ചിൽ നടത്തി കണ്ടെത്തി കഴിഞ്ഞു പ്രതിയെ. ബെയ്ലിൻ ദാസ് പിടിയിലായി എന്നുള്ള വാർത്ത എത്തുമ്പോൾ അവരുടെ പ്രതികരണം എങ്ങനെയാണ്? SK തീർച്ചയായും സമാനതകളില്ലാത്ത സംഭവം തന്നെയാണ് നടന്നത്. കാരണം അത്രത്തോളം ക്രൂരമായൊരു മർദ്ദനമാണ് അഡ്വക്കേറ്റ് ഷാമിലി നേരിടേണ്ടി വന്നത്. ഇപ്പോൾ ഈ ഇദ്ദേഹം പ്രതി പിടിയിലായതിൽ വലിയ ആശ്വാസമുണ്ട്. ഇപ്പോൾ ഷാമിലി 24-നോടൊപ്പം ചേരുകയാണ്. ഇന്ന് വൈകിട്ടോടുകൂടി പിടിയിലായിരിക്കുകയാണ്. എങ്ങനെ കാണുന്നു പോലീസ് നടപടി? പോലീസിൻ്റെ അന്വേഷണം വളരെ തൃപ്തികരമാണ്. ഞാനത് മീഡിയയോട് ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. എല്ലാ രംഗത്തുള്ളവരും എന്നെ വളരെയധികം സഹായിച്ചിട്ടേ ഉള്ളൂ. പ്രത്യേകിച്ച് എനിക്ക് ഈ അവസരത്തിൽ നന്ദി മാത്രമേ പറയാനുള്ളൂ. കേരള പോലീസിൻ്റെ ഇടപെടൽ വളരെ വളരെ സത്യസന്ധമായിട്ടും ഊർജ്ജപരമായിട്ടുമാണ് കേസ് അന്വേഷിച്ചത്. പ്രത്യേകിച്ച് SI മഞ്ജു മാം, CI സാർ എല്ലാവരും വളരെ ഊർജിതമായിട്ട് അന്വേഷിച്ചു. എൻ്റെ കൂടെ നിന്ന് സഹായിച്ച പ്രത്യേകിച്ച് മീഡിയ, നിങ്ങൾ കാരണമാണ് എനിക്ക് ഇത്ര പെട്ടെന്ന് നീതി ലഭിച്ചത്. എല്ലാവരോടുള്ള നന്ദി മാത്രമേ എനിക്ക് ഈ അവസരത്തിൽ പറയാനുള്ളൂ. എൻ്റെ ബാർ അസോസിയേഷൻ, ബാർ കൗൺസിൽ, പ്രത്യേകിച്ച് എന്നെ കാണാമെന്ന മിനിസ്റ്റർ, നമ്മുടെ മുഖ്യമന്ത്രി, പ്രതിപക്ഷ നേതാവൊക്കെ എന്നെ നേരിട്ട് വിളിച്ച് അദ്ദേഹത്തിൻ്റെ പിന്തുണ അറിയിക്കുകയായിരുന്നു. എല്ലാവരോടുള്ള നന്ദി മാത്രമേ എനിക്ക് ഈ അവസരത്തിൽ പറയാനുള്ളൂ. രാഷ്ട്രീയ ഭേദമന്യേ എല്ലാ രാഷ്ട്രീയത്തിൽ നിന്നുള്ള ആൾക്കാരും എനിക്ക് പിന്തുണ അറിയിച്ചിട്ടുണ്ടായിരുന്നു. വീട്ടിൽ വന്ന് മഹിളാ അസോസിയേഷനൊക്കെ ആ മാമൊക്കെ വീട്ടിൽ വന്നിട്ടാണ് എനിക്ക് പിന്തുണ അറിയിച്ചത്. എല്ലാ ഭാഗത്തു നിന്നും, പ്രത്യേകിച്ച് പബ്ലിക് പ്രോസിക്യൂട്ടർ ഗീന മാമിൻ്റെ സഹായം, പള്ളിച്ചൽ പ്രമോദ് സാർ, അവരൊക്കെ എൻ്റെ കൂടെ എല്ലാത്തിനും, ഹോസ്പിറ്റലിലൊക്കെ എല്ലാ കാര്യത്തിനും കൂടെ ഉണ്ടായിരുന്നു. പിന്നെ എൻ്റെ സഹപ്രവർത്തകർ അഡ്വക്കേറ്റ് വിനോദ് എബ്രഹാം, ഗോവിന്ദ്, ഇവരൊക്കെ എടുത്തു പറയേണ്ടതാണ്. അവർ അത്രയും സപ്പോർട്ടീവായിട്ട് നിന്നു. ഈ പരാതി കൊടുത്തതിന് ശേഷം ഈ ബെയ്ലിൻ ദാസ് ഒളിവിൽ പോയിരുന്നു. ഇന്ന് ആണ് ബെയ്ലിൻ ദാസിനെ പിടിക്കാനായത്. ഇപ്പോൾ അറസ്റ്റ് വൈകി എന്നുള്ള എന്തെങ്കിലും ഒരു അഭിപ്രായമുണ്ടോ? ഇല്ല, അങ്ങനെ ഒരു അഭിപ്രായം എനിക്കില്ല. കാരണം പരാതി കൊടുത്ത ആ സമയം മുതൽ കേരള പോലീസ് ഈ പ്രതിക്ക് വേണ്ടിയിട്ടുള്ള തിരച്ചിൽ ഊർജിതമായിട്ടാണ് അന്വേഷിക്കുന്നത്. ഞാനത് ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു. എനിക്ക് ഈ അന്വേഷണത്തിൽ യാതൊരുവിധ തർക്കമോ ഒരു പ്രശ്നമോ അങ്ങനെ ഒന്നും ഞാൻ പറഞ്ഞിട്ടില്ല. വളരെ ആത്മാർത്ഥമായിട്ട് തന്നെയാണ് അവർ എല്ലാ പാർട്ടിയിൽ നിന്നുള്ള പിന്തുണയായാലും കേരള പോലീസിനോട് പ്രത്യേകം നന്ദി മാത്രമേ ഈ അവസരത്തിൽ പറയാനുള്ളൂ. ഇപ്പോൾ ബെയ്ലിൻ ദാസ് മുൻകൂർ ജാമ്യാപേക്ഷ നൽകിയിട്ടുണ്ട്. അപ്പോൾ നേരത്തെ പറഞ്ഞ ഈ ആരോപണങ്ങൾ, ആ ഒരു ഉറച്ച നിലപാടുകൾ, അത്തരത്തിലൊരു നിയമ പോരാട്ടവുമായി തന്നെ മുന്നോട്ട് പോകില്ലേ? ഇപ്പോൾ എന്തായാലും അത് കോടതിയുടെ പരിധിയിലിരിക്കുന്ന കാര്യമാണ്. ഇനി കോടതിയിൽ തീരുമാനിക്കട്ടെ. എന്തായാലും ഡിഫൻസ് ഉണ്ടാകും, അവരുടെ ഭാഗമുണ്ടാകും. എന്താണെന്ന് വെച്ചാൽ ഇനി കോടതി തീരുമാനിക്കട്ടെ. ഈ അവസരത്തിൽ എല്ലാവരോടുള്ള നന്ദി മാത്രമേ എനിക്ക് പറയാം. ആരോഗ്യ പ്രശ്നങ്ങൾ അങ്ങനെ എന്തെങ്കിലും? ആരോഗ്യ പ്രശ്നം, ഇന്ന് ഞാൻ ജ്യൂസ് മാത്രമേ കഴിച്ചിട്ടുള്ളൂ. എനിക്ക് ഫുഡ് കഴിക്കുമ്പോൾ ഈ അകത്ത് തൊലിയൊക്കെ പോയിട്ട് സ്വെല്ലിങ്ങിൻ്റെ പ്രശ്നമുണ്ട്. നീരിപ്പോഴും കുറഞ്ഞിട്ടില്ല. പിന്നെ കുഞ്ഞിൻ്റെ കാര്യം, എൻ്റെ കുഞ്ഞിൻ്റെ കാര്യം ഒന്നും എനിക്ക് നോക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല.
അപ്പോൾ എൻ്റെ ആരോഗ്യം എനിക്കിപ്പോൾ പെയിൻ കില്ലർ കഴിക്കാൻ പറ്റില്ല, കുഞ്ഞുള്ളതുകൊണ്ട് മെച്ചപ്പെട്ട് വരുന്നു. SKN അഡ്വക്കേറ്റ് ശ്യാമിലി സൂചിപ്പിച്ചതുപോലെ തന്നെ ശ്യാമിലിയുടെ ആരോഗ്യസ്ഥിതി ഇപ്പോൾ മെച്ചപ്പെട്ട് വരുന്നതേ ഉള്ളൂ. എന്തായാലും ഇപ്പോൾ ബെയിലിദാസ് പിടിയിലായതിൽ വലിയ സന്തോഷമുണ്ട്. നേരത്തെ ഉന്നയിച്ച ആരോപണങ്ങളിൽ കുടുംബം ഉറച്ചു നിൽക്കുന്നു. ശക്തമായ ഒരു നിയമ നടപടിയുമായി തന്നെ മുന്നോട്ട് പോകുമെന്നതാണ് ശ്യാമിലി വ്യക്തമാക്കുന്നത്. SKN. താങ്ക് യു. എന്തായാലും നമ്മുടെ അന്വേഷണം കൂടി പറഞ്ഞേക്കൂ. അഡ്വക്കേറ്റ് ശ്യാമിലിയോട് സമാധാനമായി ഇരിക്കാൻ പറയാം. നിയമം അതിൻ്റെ നല്ല വഴിയിൽ തന്നെ പോകട്ടെ. ഓക്കെ, താങ്ക് യു. MG പ്രതീക്ഷാണ് വിവരങ്ങൾ നൽകിയത്. അശ്വിൻ പാലാഴി റിപ്പോർട്ട് ചെയ്യുന്ന ഒരു കാര്യം, ഇപ്പോൾ തിരുവനന്തപുരത്ത് ഈ ബെയിലിൻദാസിനെ ഉടൻ തന്നെ മജിസ്ട്രേറ്റ് മുന്നിൽ ഹാജരാക്കുമെന്നാണ്. ബെയിലിൻദാസിൻ്റെ അറസ്റ്റ് രേഖപ്പെടുത്തി കഴിഞ്ഞു. ചോദ്യം ചെയ്യലും പൂർത്തിയായിട്ടുണ്ട്. തിരുവനന്തപുരം DCP നകുൽ രാജേന്ദ്ര ദേശ്മുഖാണ്, അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് ചോദ്യം ചെയ്തത്. തുമ്പ പോലീസാണ് ഇയാളെ കസ്റ്റഡിയിലെടുത്തിരിക്കുന്നത്. ഇദ്ദേഹത്തിനെ എനിക്ക് തോന്നുന്നത് കൺസേൺ പോലീസ് സ്റ്റേഷനിലേക്ക് കൈമാറുമെന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. എന്തായാലും നല്ലൊരു അവസാനമായി ഇനി ജാമ്യം കിട്ടുമോ എന്നുള്ളത് മജിസ്ട്രേറ്റ് തീരുമാനിക്കേണ്ട കാര്യമാണ്. ജാമ്യമില്ലാ വകുപ്പ് ഈ കേസിൽ ഇട്ടിട്ടുണ്ട് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അപ്പോൾ ചില പ്രേക്ഷകരൊക്കെ പറഞ്ഞത് അതിൻ്റെ പേരിൽ തന്നെ ബെയിലുണ്ടല്ലോ എന്ന് പറയുന്ന ചില പ്രേക്ഷകരുണ്ട്. സ്ഥാനത്തെ കോമഡിയാണ് എന്ന് തോന്നിയാലും ബെയിലിനെ എന്ന് പറയുമ്പോൾ ബെയിലാണല്ലോ എന്ന് പറയുന്നു. അപ്പോൾ മാത്രമല്ല, ഈ ജാമ്യമില്ലാ വകുപ്പുണ്ടെങ്കിൽ പോലും അൾട്ടിമേറ്റ്ലി അത് കോടതി തീരുമാനിക്കേണ്ട കാര്യമാണ്. കോടതി മജിസ്ട്രേറ്റും അത് തീരുമാനം എടുക്കട്ടെ എന്നാണ് നമുക്ക് പറയാനുള്ളത്. ഇനി മറ്റൊരു വാർത്തയിലേക്ക്. പാലക്കാട് കഞ്ചിക്കോട് വീട്ടുമുറ്റത്ത് ഒരു കാട്ടാനെ കണ്ടു. കഞ്ചിക്കോട് വല്ലടി ഗീതാനന്ദൻ്റെ വീട്ടുമുറ്റത്താണ് കാട്ടാന എത്തിയത്. ഇന്ന് പുലർച്ചെയായിരുന്നു സംഭവം. ഏറെ നേരം ജനവാസ മേഖലയിൽ നിലയുറപ്പിച്ച കാട്ടാനയെ വനംവകുപ്പ് എത്തി കാട്ടിലേക്ക് തന്നെ തുരത്തിവിട്ടു. അതിൻ്റെ ദൃശ്യങ്ങൾ വളരെ രസകരമായ ദൃശ്യങ്ങളാണ്. മുറ്റത്ത് ഉലാത്തുന്ന ആന കണ്ടുള്ളൂ. ശ്രീജിത്ത്, ഈ ആന കുറച്ചു നേരം അവിടെ നിന്നോ? ടെലിഫോണിലാണ് ശ്രീജിത്ത് ഉള്ളത്, പാലക്കാട് നിന്ന്. പറയൂ. ആന ഏറെ നേരം ഈ മേഖലയിൽ തുടർന്നു. സ്ഥിരമായി പുലർച്ചെ അല്ലെങ്കിൽ രാത്രി അർദ്ധരാത്രിയൊക്കെ ഈ മേഖലയിലേക്ക് സ്ഥിരം കാട്ടാൻ ഇറങ്ങുന്ന മേഖലയാണ് കഞ്ചിക്കോട് വല്ലടി മേഖലയൊക്കെ. ആ പ്രദേശം എന്തായാലും നമ്മൾ പലതവണ നമ്മൾ നേരിട്ട് നമ്മുടെ ഓൺ ക്യാമറയിൽ തന്നെ ആ ദൃശ്യങ്ങൾ പകർത്തുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. എന്തായാലും ഈ ആന രാവിലെ പുലർച്ചയോടുകൂടി അവിടെ എത്തുന്നു. നായ കുരയ്ക്കുന്നത് കണ്ടാണ് വീട്ടുകാർ പെട്ടെന്ന് എഴുന്നേറ്റ് വാതിലെല്ലാം തുറന്നു നോക്കിയത്. അപ്പോൾ വീട്ടുമുറ്റത്ത് തുമ്പിക്കൈയൊക്കെ ഉയർത്തി നിൽക്കുന്ന ആനയാണ് കണ്ടത്. നായ ഏറെ നേരം കുരച്ചു. അപ്പോഴും ഈ കാട്ടാന പിന്തിരിഞ്ഞു പോകാൻ തയ്യാറായില്ല എന്നാണ് ഏറ്റവും ഒടുവിൽ മനസ്സിലാക്കുന്നത്. ഏറെ നേരം ബഹളം വെച്ചു, ഒച്ച വെച്ചു. പിന്നീട് വനപാലകർ കാര്യമായ രീതിയിൽ എത്തിയതിനു ശേഷമാണ് ഇവിടെ നിന്ന് മാറിപ്പോയത് എന്ന് മനസ്സിലാക്കുന്നു. എന്തായാലും വനപാലകർ ഈ താൽക്കാലികമായി കാട് കയറ്റിയിട്ടുണ്ട്. പക്ഷേ ഇതൊരു സ്ഥിരം പരിപാടിയാണ്. രാത്രിയാകുമ്പോൾ ഈ കാട്ടാനക്കൂട്ടം, അത് 10-15 കൂട്ടം ഈ കഞ്ചിക്കോട് മലമ്പുഴ മേഖലയിൽ തുടരുകയാണ്. അത് രാത്രിയാകുമ്പോൾ വളരെ കൃത്യമായ രീതിയിൽ ഇങ്ങോട്ട് ജനവാസ മേഖലയിലേക്ക് വരുന്നു. അതിനുശേഷം പിന്നീട് പുലർച്ചയോടുകൂടി വീണ്ടും കാട് കയറി പോകുന്നു. അത് ജനങ്ങൾക്ക് ബുദ്ധിമുട്ടാണ്, കൃഷി നശിപ്പിക്കുന്ന ആക്ഷേപമുണ്ട്. വനപാലകരാകട്ടെ ഇവരെ പടക്കം പൊട്ടിച്ച് ഓടിക്കുകയല്ലാതെ മറ്റൊന്നും ചെയ്യുന്നില്ല എന്നൊരു ആക്ഷേപമാണ് നാട്ടുകാർക്കുള്ളത്. അടിയന്തര പരിഹാരം വേണമെന്ന് വനമന്ത്രിയോടാണ് ഈ നാട്ടുകാർ ആവശ്യപ്പെടുന്നത്. താങ്ക് യു. ശ്രീജിത്ത് ശ്രീകുമാരനാണ് പാലക്കാട് വിവരങ്ങൾ നൽകിയത്. വീട്ടുമുറ്റത്തൊക്കെ നമ്മൾ ഉറക്കത്തിൽ വാതിൽ തുറന്നു നോക്കുമ്പം അല്ലെ ജനാല തുറന്നു നോക്കുമ്പോൾ പുറത്ത് ആന നിന്ന് മേയാൻ നിന്നാൽ എന്തായിരിക്കും അവസ്ഥയെന്ന് പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് ആലോചിച്ച് നോക്കാവുന്നേ ഉള്ളൂ. കാളികാവിലെ നരഭോജി കടുവയെ പിടികൂടാൻ സജ്ജമായി വനംവകുപ്പ്. ഡോക്ടർ അരുൺ സക്കറിയുടെ നേതൃത്വത്തിലുള്ള 50 അംഗ സംഘം സ്ഥലത്തെത്തി. പാറശ്ശേരി പ്രദേശത്ത് 50 ക്യാമറകളും സ്ഥാപിച്ചു. പ്രധാന ഉദ്യോഗസ്ഥരെല്ലാം ദൗത്യം കഴിയും വരെ കാളികാവിൽ തുടരുമെന്നാണ് CCF ടി ഉമ പറഞ്ഞത്. ഇപ്പോൾ വയനാടിൽ നിന്ന് RRT ടീം വന്നിട്ടുണ്ട്. ഇപ്പോൾ 50ഓളം പേര് RRTയിൽ ഇപ്പോൾ അടിയന്തരമായിട്ട് ഇവിടെ ചുറ്റിലുള്ള സർക്കിളിലുള്ള എല്ലാ RRTയും മൊബിലൈസ് ചെയ്ത് ഇപ്പോൾ വച്ചിട്ടുണ്ട്. ഇന്ന ദിവസം മാത്രം 50 പേരുണ്ട്. നാളെ ആവശ്യമുണ്ടെങ്കിൽ എക്സ്ട്രാ ഉള്ള ആൾക്കാരെ നമ്മൾ ഡിപ്ലോയ് ചെയ്യാം. പിന്നെ 50 ക്യാമറ ട്രാപ്സുകൾ ഇന്ന് നമുക്ക് ഇവിടെ സംഘടിപ്പിക്കുന്നുണ്ട്, ഡിപ്ലോയ് ചെയ്യാൻ പോകുന്നുണ്ട്. വെറ്റിനറി ഡോക്ടേഴ്സ് ഡോക്ടർ അരുൺ സക്കാരിയയുടെ നേതൃത്വത്തിൽ ഡോക്ടർ അജീഷ്, ഡോക്ടർ ശ്യാം ഇവിടെ ഉണ്ട്, എത്തിച്ചേർന്നിട്ടുണ്ട്. നാളെ രാവിലെ വയനാടിൽ നിന്ന് ഡ്രോൺ സ്ക്വാഡും വരുന്നുണ്ട്. ഞങ്ങളുടെ ടീം ഇവിടെ തന്നെ ഉണ്ട്. ഇത് എന്തായാലും നമ്മൾ ഇതിൻ്റെ സൊല്യൂഷൻ ഉണ്ടാക്കിയിട്ട് ഇവിടെ നിന്ന് ഇറങ്ങും. മലപ്പുറത്ത് നിന്ന് ബിപിൻ സി വിജയൻ പ്രൈം ടൈമിൽ ചേരുന്നു. ബിപിൻ സി വിജയൻ, പ്രൈം ടൈമിലേക്ക് താങ്കൾക്ക് സ്വാഗതം. എന്താണ് ലേറ്റസ്റ്റ് വിവരം ഈ കാളികാവിൽ?
SKN റബ്ബർ ടാപ്പിംഗ് തൊഴിലാളിയായ ഗഫൂറിന്റെ ജീവനെടുത്ത ആ ഒരു കടുവയെ പിടികൂടാനുള്ള എല്ലാ ദൗത്യം ഇതിനോടകം തന്നെ വനം വകുപ്പ് ആരംഭിച്ചിരിക്കുകയാണ്. ഈ പാറശ്ശേരി റബ്ബർ എസ്റ്റേറ്റിനോട് ചേർന്ന് 50ഓളം ക്യാമറകൾ ഇന്നിപ്പോൾ സ്ഥാപിച്ചിട്ടുണ്ട്. 3 കൂടുകളും സ്ഥാപിച്ചിട്ടുണ്ട്. പിന്നീട് ഈ കടുവ എവിടെയാണ് ഇപ്പോൾ നിൽക്കുന്നത് എന്നുള്ളത് ലൊക്കേറ്റ് ചെയ്യുക എന്നുള്ളതാണ് ഒരു പ്രധാനപ്പെട്ട വെല്ലുവിളിയുള്ളത്. നാളെ രാവിലെ മുതൽ ഡ്രോൺ നിരീക്ഷണം ഈ പ്രദേശത്തുണ്ടാവും. കടുവയെ പിടികൂടാൻ ഡ്രോൺ ഉൾപ്പെടെയുള്ളവ കൊണ്ടുവന്നിട്ടാണ് വനംവകുപ്പ് ഇപ്പോൾ പരിശോധന നടത്താൻ ഉദ്ദേശിക്കുന്നത്. 50ഓളം RRT സംഘങ്ങൾ എത്തിയിട്ടുണ്ട്. ഡോക്ടർ അരുൺ സക്കറിയുടെ നേതൃത്വത്തിലുള്ള 3 ഡോക്ടർമാർ എത്തിയിട്ടുണ്ട്. അപ്പോൾ കടുവയെ കണ്ടെത്തുക, മയക്കുവെടി വയ്ക്കുക, ഇവിടെ നിന്ന് കൊണ്ടുപോകുക, ഇതാണ് ഇപ്പോൾ ലക്ഷ്യം വയ്ക്കുന്നത്. പക്ഷേ ഈ പ്രദേശത്തിൻ്റെ ഭൂപ്രകൃതി, ആ ഒരു ഘടന അത് വെല്ലുവിളി നിറഞ്ഞതാണ് എന്നുകൂടി അരുൺ സക്രിയ പറഞ്ഞു വയ്ക്കുന്നുണ്ട്. കാരണം നിറയെ റബ്ബറും കാടാണ്, ഒപ്പം തന്നെ ചെങ്കുത്തായിട്ടുള്ള മല ഒരു കയറ്റമാണ്. അപ്പോൾ അവിടേക്ക് ഇപ്പോൾ 2 കുങ്കിയാനകളെയാണ് ഈ പ്രദേശത്ത് എത്തിച്ചിരിക്കുന്നത്. പാറശ്ശേരി സ്കൂൾ ഗ്രൗണ്ടിലേക്കാണ് ഇന്നിപ്പോൾ വയനാട്ടിൽ നിന്ന് ഒരു കുങ്കിയാനയെ കൊണ്ടുവന്നിരിക്കുന്നത്. നാളെ മറ്റൊരു കുങ്കിയാനെ കൂടി എത്തും. ഈ 2 കുങ്കിയാനകൾ നാളെ അവിടേക്ക് കയറാൻ കഴിയുമോ എന്നുള്ളത് രാവിലത്തെ പരിശോധനയ്ക്ക് ശേഷം കുങ്കിയാനകളുമായി പോയിട്ടായിരിക്കും ആദ്യ ദൗത്യത്തിലേക്ക് കടക്കുക. അതിനു മുൻപ് ഈ ക്യാമറകളിൽ ദൃശ്യങ്ങൾ പതിയുന്നുണ്ടോ തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ കൂടി പരിശോധിക്കും. വലിയ പ്രതിഷേധത്തിന് ഒടുവിലാണ് ഇപ്പോൾ ഈ കടുവയെ ഇവിടെ നിന്ന് എത്രയും വേഗം മയക്കുവെടി വെച്ച് കൊണ്ടുപോകും എന്നുള്ള ഒരു ഉറപ്പ് CCF നൽകിയതിനെ തുടർന്നായിരുന്നു ഇന്ന് പ്രതിഷേധം അവസാനിച്ചതും മൃതദേഹം ആശുപത്രിയിലേക്ക് മാറ്റാനും കഴിഞ്ഞത്. ഇപ്പോൾ ഗഫൂറിൻ്റെ പോസ്റ്റ്മോർട്ടം നടപടികൾ കഴിഞ്ഞിരിക്കുന്നു. കല്ലാമുല ജുമാ മസ്ജിദിൽ ഖബറടക്കം നടക്കുകയും ചെയ്യും. ഒപ്പം തന്നെ സർക്കാർ 14 ലക്ഷം രൂപയാണ് ആ വീടിന് ആശ്രിതർക്ക് നഷ്ടപരിഹാരമായി പറഞ്ഞിരിക്കുന്നത്. അതിലെ ആദ്യ ഗഡുവായ 5 ലക്ഷം രൂപ നാളെ കൈമാറുകയും ചെയ്യും. SK വിജയനാണ് മലപ്പുറത്തു നിന്നും വിവരങ്ങൾ നൽകിയത്. മറ്റൊരു വാർത്തയിലേക്ക് നമ്മൾ കടക്കുന്നു. വനംവകുപ്പ് കസ്റ്റഡിയിലെടുത്ത ആളെ ഇറക്കിക്കൊണ്ടുപോയ സംഭവത്തിൽ KU ജനീഷ് കുമാർ MLA-ക്കെതിരെ പോലീസ് കേസെടുത്തു. വനംവകുപ്പ് ജീവനക്കാരെ MLA ഭീഷണിപ്പെടുത്തിയെന്നും പ്രതിയെ ഇറക്കിക്കൊണ്ടുപോയെന്നുമാണ് FIR-ലെ കുറ്റാരോപണം. നടുവത്തുമൂഴി റേഞ്ച് ഓഫീസർ നൽകിയ പരാതിയിലാണ് കൂടൽ പോലീസ് ജനീഷ് കുമാർ MLA-ക്കെതിരെ കേസെടുത്തത്. പാടം ഫോറസ്റ്റ് സ്റ്റേഷനിലെ സംഘർഷത്തിലും പ്രതിയെ ഇറക്കിക്കൊണ്ടുപോയതിനുമാണ് കേസ്. ഉദ്യോഗസ്ഥരുടെ ജോലി തടസ്സപ്പെടുത്തിയെന്നും ഭീഷണിപ്പെടുത്തിയെന്നും FIR-ൽ പറയുന്നു. വനംവകുപ്പ് ഉദ്യോഗസ്ഥരുടെ മൊഴി ഉൾപ്പെടെ രേഖപ്പെടുത്തിയ ശേഷമാണ് കൂടൽ പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തത്. കേസെടുത്തെങ്കിലും MLA-യെ അറസ്റ്റ് ചെയ്യുന്നത് ഉൾപ്പെടെയുള്ള നടപടികളിലേക്ക് ഉടൻ കടക്കേണ്ട എന്നാണ് പോലീസ് തീരുമാനം. നിയമസഭാ സാമാജികനായതിനാൽ സ്പീക്കറുടെ ഉൾപ്പെടെ അനുമതി തേടിയ ശേഷമായിരിക്കും തുടർ നടപടികൾ. അതേസമയം വന്യജീവി ആക്രമണങ്ങൾക്കെതിരെ നാളെ കോന്നി ഡിവിഷണൽ ഫോറസ്റ്റ് ഓഫീസിലേക്ക് CPIM പ്രതിഷേധ മാർച്ച് നടത്തും. ഏരിയ കമ്മിറ്റികളുടെ നേതൃത്വത്തിലാണ് മാർച്ച്. 24 പത്തനംതിട്ട പാടം വനംവകുപ്പ് സ്റ്റേഷനിലെ ഉദ്യോഗസ്ഥർക്കെതിരെ പോലീസിൽ പരാതി. വനംവകുപ്പ് ഉദ്യോഗസ്ഥർ ചോദ്യം ചെയ്യാൻ വിളിപ്പിച്ച 6 പേരാണ് പരാതി നൽകിയത്. നിയമവിരുദ്ധമായി കസ്റ്റഡിയിലെടുത്ത് തടങ്കലിൽ പാർപ്പിച്ചുവെന്നാണ് പരാതി. 24 പ്രൈം ടൈം ബ്രേക്കിംഗുമായി AV ജയശങ്കർ ചേരുന്നു തത്സമയം. ജയശങ്കർ, പ്രൈം ടൈമിലേക്ക് സ്വാഗതം. വിവരങ്ങൾ. SKN ഈ കോന്നിയിൽ ആന ചെരിഞ്ഞതുമായി ബന്ധപ്പെട്ട വനം വകുപ്പ് ചോദ്യം ചെയ്യാൻ വിളിപ്പിച്ച 6ഓളം പേരാണ് നിലവിൽ വനം വകുപ്പിനെതിരെ പരാതിയുമായി പോലീസിനെ സമീപിച്ചിരിക്കുന്നത്. നിയമവിരുദ്ധമായി കസ്റ്റഡിയിലെടുത്ത തടങ്കലിൽ പാർപ്പിച്ചു എന്നാണ് ഇവർ കൂടൽ പോലീസിന് നൽകിയിരിക്കുന്ന പരാതിയിൽ പറയുന്നത്. ഇത്തരത്തിൽ നിയമവിരുദ്ധമായി ജയശങ്കറാണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. ഒരു സാങ്കേതിക പ്രശ്നം ഉള്ളതായി തോന്നുന്നുണ്ട്. എനിക്ക് തോന്നുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വാർത്തയുടെ വിശദാംശങ്ങളായിരുന്നു ജയശങ്കർ നൽകിക്കൊണ്ടിരുന്നത്. പറയൂ ജയശങ്കർ. അതായത് ഇന്നെന്തായാലും KU ജനീഷ് കുമാർ MLA-ക്കെതിരെ ഫോറസ്റ്റ് നൽകിയ പരാതിയിൽ പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തിരുന്നു. ജാമ്യമില്ലാ വകുപ്പുകൾ പ്രകാരമാണ് MLA-ക്കെതിരെ കേസെടുത്തത്. ഈ സംഭവവുമായി ബന്ധപ്പെട്ട വനംവകുപ്പ് ഉദ്യോഗസ്ഥർക്കെതിരെ കേസെടുക്കണമെന്നാണ് നിലവിൽ ഈ ആളുകൾ ആവശ്യപ്പെട്ടിരിക്കുന്നത്. വനംവകുപ്പ് അന്യായമായി തങ്ങളെ കസ്റ്റഡിയിൽ എടുത്തുവെന്നാണ് ഈ ആന ചെരിഞ്ഞതുമായി ബന്ധപ്പെട്ട് വനംവകുപ്പ് മൊഴിയെടുക്കുന്നതിനും ചോദ്യം ചെയ്യുന്നതിനും ഒക്കെ കസ്റ്റഡിയിലെടുത്ത ആളുകൾ എന്തായാലും ഈ പരാതിയിൽ പറയുന്നു. ഈ പരാതിയിൽ പോലീസ് ഇതുവരെ കേസ് രജിസ്റ്റർ ചെയ്തിട്ടില്ല. ഈ പരാതി പരിശോധിക്കുന്നുവെന്നാണ് പോലീസിന്റെ ഭാഗത്തുനിന്ന് നിലവിൽ ലഭിക്കുന്ന വിശദീകരണം. ഇത് പരിശോധിച്ച് ആളുകളുടെ മൊഴി ഉൾപ്പെടെ രേഖപ്പെടുത്തിയ ശേഷമായിരിക്കും കേസ് ഉൾപ്പെടെയുള്ള നടപടികളിലേക്ക് കടക്കണമെന്ന് അന്തിമമായി കൂടൽ പോലീസ് എന്തായാലും തീരുമാനിക്കുക. ഈ MLA-ക്കെതിരെ ഇത്തരത്തിൽ കേസെടുത്ത പശ്ചാത്തലത്തിൽ തങ്ങളുടെ പരാതിയിലും വനം വകുപ്പ് ഉദ്യോഗസ്ഥർക്കെതിരെ കേസെടുക്കണമെന്നാണ് ഇത്തരത്തിൽ അന്യായമായി കസ്റ്റഡിയിൽ എടുത്തുവെന്ന് പറയപ്പെടുന്ന ആളുകളുടെ ആവശ്യം. എന്തായാലും ഇവർ നിയമ നടപടിയുമായി മുന്നോട്ട് പോകുമെന്നാണ് നിലവിൽ ലഭ്യമാകുന്ന വിവരം. എന്തായാലും വനം വകുപ്പ് ഉദ്യോഗസ്ഥർക്കെതിരെയും പോലീസിൽ പരാതി ലഭിച്ചിരിക്കുന്നു. ഈ പരാതിയിൽ പോലീസ് എന്ത് ചെയ്യുമെന്ന കാര്യം വരും മണിക്കൂറുകളിലായിരിക്കും വ്യക്തമാവുക. പോലീസ് എന്തായാലും ഈ പരാതിയുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണങ്ങളും നടപടിക്രമങ്ങളും ആരംഭിച്ചിട്ടുണ്ട്. പക്ഷേ കേസെടുത്തുകൊണ്ടുള്ള അന്വേഷണത്തിലേക്ക് പോലീസ് കടന്നിട്ടില്ല. SKN.
താങ്ക് യു. എ വി ജയശങ്കറാണ് വിവരങ്ങൾ നൽകിയത്. കൊച്ചി നെടുമ്പാശ്ശേരിയിൽ യുവാവിനെ CISF ഉദ്യോഗസ്ഥർ കാറിടിച്ച് കൊലപ്പെടുത്തിയ കേസിൽ പ്രാഥമിക പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പുറത്തു വന്നു. ഐവിൻ ജിജോയുടെ മരണകാരണം തലക്കേറ്റ പരിക്കാണെന്നാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പറയുന്നത്. ശരീരത്തിൽ മറ്റ് പരിക്കുകൾ ഉണ്ടെന്നും പോസ്റ്റ്മോർട്ടത്തിൽ കണ്ടെത്തിയിട്ടുണ്ട്. ഐവിൻ്റെ മൃതദേഹം ഇപ്പോൾ വീട്ടിലെത്തിച്ചു കഴിഞ്ഞു. ഈ വീട്ടിൽ നിന്ന് ആൻമരിയ സണ്ണി നമുക്കൊപ്പം ചേരുകയാണ്. ആൻമരിയ, ശരിക്കും ഒരു നാടിനെ മുഴുവൻ അമ്പരപ്പിച്ചുകൊണ്ടാണല്ലോ ഈ നഗ്നമായ കൊലപാതകം നടന്നത്. ചെറിയൊരു അഭിപ്രായ വ്യത്യാസത്തിൻ്റെ പേരിലാണ് ഈ മർഡർ നടത്തിയത് എന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരം. കൂടുതൽ വിവരങ്ങൾ, അവിടുത്തെ അന്തരീക്ഷം എങ്ങനെയാണ്? പറഞ്ഞതുപോലെ തന്നെയാണ് ചെറിയൊരു വാക്കുതർക്കം. ആ വാക്കുതർക്കം ഇത്തരത്തിലൊരു ക്രൂര കൊലപാതകത്തിലേക്ക് നയിക്കുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കേരള മനസാക്ഷിയെ തന്നെ ഞെട്ടിക്കുന്നതാണ്. വളരെയധികം ഭയം തോന്നിക്കുന്ന കാര്യമാണ്. കാരണം ഒരു തരത്തിലും ഒരു വാക്കുതർക്കത്തിലേക്ക് പോലും പോകാൻ പറ്റാത്ത ഒരു സാഹചര്യമാണ് ഇപ്പോൾ നിലനിൽക്കുന്നത് എന്നും കാണിച്ചു തരുന്നതാണ്. ഈ ഒരു ഉയർന്ന റാങ്കിൽ നിൽക്കുന്ന രണ്ട് ഉദ്യോഗസ്ഥർ അവർ ഈ രീതിയിലേക്ക് ഒരു കൊലപാതകം നടത്തുമ്പോൾ അതും ഭയം ഉണ്ടാക്കുന്നതാണ്. ഇതിനിടയിലാണ് ഈ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലെ പ്രാഥമിക വിവരങ്ങളും ഇപ്പോൾ പുറത്തു വരുന്നത്. അതിൽ പറയുന്നത് ഐവിന്റെ മരണകാരണം തലക്കേറ്റിട്ടുള്ള പരിക്കാണ് മരണകാരണമെന്നാണ് പ്രാഥമിക പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ പുറത്തു വരുന്നത്. അത് തല മതിലിലോ മറ്റോ ഇടിച്ചതാകാമെന്നുള്ള ഒരു സംശയവും പറയുന്നുണ്ട്. അത് മാത്രമല്ല, ഈ ഐവിന്റെ മൃതദേഹത്തിൽ പരിക്കുകളുമുണ്ട്, പലതരത്തിലുള്ള പരിക്കുകളും കാണപ്പെടുന്നുണ്ട്. അതിന് ഈ ഐവിൻ ഇവരുമായി തർക്കിക്കുന്ന വീഡിയോ ഐവിൻ തന്നെ മൊബൈൽ ഫോണിൽ രേഖപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ആ വീഡിയോ അത് പരിശോധിച്ചുകൊണ്ടാണ് പോലീസ് ഇപ്പോൾ മുന്നോട്ട് പോകുന്നത്. ഈ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലും പറയുന്നത് ഐവിന്റെ ദേഹത്ത് പരിക്കുകളുണ്ട് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ അത് ഈ കൊലപാതകത്തിന് മുൻപ് ഐവിൻ ക്രൂരമായിട്ടുള്ളൊരു മർദ്ദനത്തിനും ഇരയായിട്ടുണ്ട് എന്നടക്കമുള്ള സംശയമാണ് ഇപ്പോൾ പോലീസ് ഉന്നയിക്കുന്നത്. ഏറെ വിഷമിപ്പിക്കുന്ന ഒരു വാർത്തയാണ് ഇത്. നമുക്കൊരിക്കലും ചിന്തിക്കാൻ കഴിയാത്തൊരു വാർത്തയുമാണ്. ഇപ്പോൾ ഐവിന്റെ മൃതദേഹം ഈ തുറവൂരുള്ള ഐവിന്റെ വീട്ടിലേക്ക് എത്തിച്ചിട്ടുണ്ട്. നമ്മളെ ഏറെ സങ്കടപ്പെടുത്തുന്ന വാർത്തയാണ്. ഏറെ സങ്കടപ്പെടുത്തുന്ന ദൃശ്യങ്ങളുമാണ് ഈ വീട്ടിൽ നിന്ന് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. ആ അമ്മയുടെ കരച്ചിൽ ഒരു നാടിന്റെ മുഴുവൻ തേങ്ങലായി മാറിക്കൊണ്ടിരിക്കുകയാണ്. ഈ നാട് മുഴുവനും ഐവിന്റെ ഈ കൊലപാതകവുമായി ബന്ധപ്പെട്ട് അവർക്കെതിരെ നടപടിയെടുക്കുന്നതുമായി ബന്ധപ്പെട്ട് ആ കുടുംബത്തോടൊപ്പം ചേർന്ന് നിൽക്കുന്ന ഒരു കാഴ്ചയും നമുക്ക് ആ വീട്ടിൽ നിന്നും കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. ഈ വരും ദിവസങ്ങളിൽ ഈ അന്വേഷണം വേണ്ട രീതിയിൽ മുന്നോട്ട് പോയില്ല എങ്കിൽ, നല്ല രീതിയിൽ മുന്നോട്ട് പോയി ഇവർക്കെതിരെ കടുത്ത നടപടിയിലേക്ക് ഇവർക്കെതിരെ ഉയർന്ന തലത്തിൽ തന്നെ നടപടി സ്വീകരിച്ചിട്ടുണ്ടെങ്കിൽ പോലും അത് മാത്രമല്ല, അവർക്ക് വലിയ തരത്തിലുള്ള ശിക്ഷ നൽകണമെന്ന് തന്നെയാണ് ഈ നാട്ടുകാരും ഈ അധികൃതരും പറയുന്നത്. ആ രീതിയിലേക്ക് പോയിട്ടില്ല എങ്കിൽ വലിയൊരു പ്രതിഷേധത്തിലേക്ക് കടക്കാനും നാട്ടുകാർ ഇപ്പോൾ തീരുമാനിക്കുന്നുണ്ട്. മുഖ്യമന്ത്രിക്കടക്കം പരാതി നൽകണം എന്നൊരു തീരുമാനത്തിലേക്കും അവർ എത്തിച്ചേർന്നിട്ടുണ്ട്. SKN ഏറെ ഞെട്ടിപ്പിക്കുന്ന ഒരു വാർത്ത തന്നെയാണ്. നമുക്കൊരിക്കലും ചിന്തിക്കാൻ കഴിയാത്തൊരു വാർത്തയുമാണ്. SKN. ഓക്കെ, ആൻമരിയ സണ്ണിയാണ് വിവരങ്ങൾ നൽകിയത്. കൊച്ചിയിലെ CISF ഉദ്യോഗസ്ഥന്മാർ കാറിടിച്ച് കൊലപ്പെടുത്തിയ മകൻ്റെ ശരീരം കാണേണ്ടി വരുന്ന അവസ്ഥയിലാണ് നാട് മുഴുവൻ. എന്തായാലും ആ പോസ്റ്റ്മോർട്ടത്തിൽ ഐവിൻ ജിജോ എന്ന് പറയുന്ന വ്യക്തിയുടെ പോസ്റ്റ്മോർട്ടത്തിൽ ഒരുപാട് പരിക്കുകൾ ശരീരത്തെ ഏറ്റു എന്നാണ്. വിധിയിലങ്ങണം ചേർത്ത് വെച്ച് ഇടിച്ചതാണോ എന്നറിയില്ല. എന്തായാലും ഒരു ചെറിയ പ്രശ്നത്തിൻ്റെ പേരിൽ ഒരാളെ കൊലപ്പെടുത്താൻ ഈ രണ്ട് ജീവനക്കാർ, അതും CISF, നമുക്കുടെ സംരക്ഷണം, നമ്മുടെ സ്വത്തിന്, നമുക്ക് വ്യക്തിക്ക് എല്ലാ സംരക്ഷണവും ഏർപ്പെടുത്തേണ്ട CISF ജീവനക്കാരാണ് ഇത് ചെയ്തത് എന്നറിയുമ്പോഴാണ് നമുക്ക് ഏറ്റവും ക്ഷോഭം മനസ്സിൽ വരുന്നത്. ഏക മകനെ നഷ്ടപ്പെട്ട വേദനയിൽ കഴിയുകയാണ് നെടുമ്പാശ്ശേരിയിൽ CISF ഉദ്യോഗസ്ഥർ കൊലപ്പെടുത്തിയ ഐവിൻ്റെ കുടുംബം. ജോലിക്കായി പോയ മകൻ എന്താണ് സംഭവിച്ചതെന്ന കാര്യത്തിൽ ഇപ്പോഴും വ്യക്തമായ മറുപടി കുടുംബത്തിന് കിട്ടിയിട്ടില്ല. ഐവിനും CISF ഉദ്യോഗസ്ഥരും തമ്മിൽ മുൻപ് പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നില്ലെന്നും ഈ ഐവിൻ്റെ സുഹൃത്തുക്കൾ പറയുന്നു. എൻ്റെ പപ്പ മിലിറ്ററിയാ, എൻ്റെ രാജ്യം സംരക്ഷിച്ചതാ. എന്നിട്ട് എൻ്റെ മകനെ, കൊച്ചുമോന് അവർ കൊന്ന് ബോണറ്റ് കെട്ടിയിരുത്തിയില്ലേ. ഇന്നലെ ജോലിക്കായി വീട്ടിൽ നിന്നിറങ്ങിയതാണ് ഐവിൻ. ജോലിസ്ഥലത്തെത്തിയില്ലെന്ന് ആദ്യം അറിഞ്ഞു. അപകടം സംഭവിച്ചു എന്ന് പിന്നീട് പോലീസ് അറിയിച്ചു. ആശുപത്രിയിലെത്തിയപ്പോൾ കണ്ടത് ജീവനറ്റ മകന്റെ ശരീരം. എന്താണ് സംഭവിച്ചതെന്ന് ഇപ്പോഴും കുടുംബത്തിന് വ്യക്തത വന്നിട്ടില്ല. യാത്രമധ്യേയുണ്ടായ തർക്കത്തിന് കൊല്ലണമായിരുന്നോ എന്നാണ് കുടുംബം ചോദിക്കുന്നത്. കൊന്നിടണ്ടായിരുന്നു. അവർക്ക് എന്തോരു ദേഷ്യം ഉണ്ടായാലും അവർക്ക് ദേഷ്യം ഉണ്ടായാലും എൻ്റെ കൊച്ചിൻ്റെ കാലോ കയ്യോ തല്ലി ഓടിച്ചിട്ടാണെങ്കിലും ഞങ്ങൾക്ക് കുഴപ്പമില്ലായിരുന്നു. കൊല്ലണ്ടായിരുന്നു. ഞങ്ങൾക്ക് ഒരൊറ്റ മോനാ ഉള്ളത്. അവന് സേഫായിട്ട് പോകാൻ വേണ്ടിയിട്ടാണ് കാറ് വരെ കൊടുത്തു വിടുന്നത്. ഏക മകനാണ് ഐവിൻ. രാത്രി ജോലിയായതിനാൽ അപകടം ഒഴിവാക്കാനാണ് കാർ നൽകിയത്. ഇതുവരെ ഒരു പ്രശ്നവും ഉണ്ടായിട്ടില്ല. വീട്ടിൽ ചിലപ്പോൾ ഇച്ചിരി ഒച്ചെടുക്കുമോ, ഞങ്ങളോട് ദേഷ്യപ്പെടുകയോ, അത് 1 മിനിറ്റ് നേരത്തേക്കുള്ള, അത് കഴിയുമ്പോൾ തീരും. അങ്ങനെയാണ്. അല്ലാതെ പുറത്തിറങ്ങി കഴിഞ്ഞാൽ ഒരു മനുഷ്യരോടും ഒരു രീതിയിലും ഒരു ഇതുമില്ല. നെടുമ്പാശ്ശേരിയിൽ ഫ്ലൈറ്റ് കിച്ചണിലാണ് ഐവിൻ ജോലി ചെയ്യുന്നത്. CISF ഉദ്യോഗസ്ഥരുമായി മുൻപ് ഒരു പ്രശ്നവും ഉണ്ടായിട്ടില്ലെന്ന് സുഹൃത്തുക്കൾ. അവരായിട്ടുള്ള ഇതില്ല. ഞങ്ങൾ വേറെ കമ്പനി ഇതായതുകൊണ്ട് അവരായിട്ടുള്ള ഇതില്ല. അങ്ങനെ ഒരിക്കലും ഉണ്ടാകുന്നതില്ല.
കാരണം അവരെ ഞങ്ങൾക്ക് പരിചയമില്ല, അവരായിട്ടുള്ള കോൺടാക്ട് ഞങ്ങൾക്കില്ല. ക്യാമറ പേഴ്സൺ മാഹിനൊപ്പം റാഫി കരീം, 24 കൊച്ചി. CSF SI വിനയകുമാർ ദാസ്, കോൺസ്റ്റബിൾ മോഹൻ എന്നിവരാണ് ഈ കേസിലെ പ്രതികൾ. വളരെ നിസ്സാരമായൊരു പ്രശ്നത്തിൻ്റെ പേരിൽ എന്തുകൊണ്ടാണ് ഇങ്ങനൊരു ഭീകരമായ കൊലപാതകം നടത്താൻ അവർ തയ്യാറായത് എന്ന് പോലീസ് അന്വേഷണത്തിൽ പുറത്തു വരുമെന്നാണ് നമ്മൾ വിശ്വസിക്കുന്നത്. തീർച്ചയായിട്ടും ഇദ്ദേഹത്തെ കാറിടിച്ച് കൊലപ്പെടുത്തുക തന്നെയായിരുന്നു എന്ന കാര്യത്തിൽ സംശയമില്ല. ഇനി നമുക്ക് ഈ മണിക്കൂറിൽ വരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തകളിൽ കിടക്കാം. ഹെഡ്ലൈൻസ്. You are watching 24 from News Headquarters, Kochi. തിരുവനന്തപുരത്തെ യുവ അഭിഭാഷകയെ മർദ്ദിച്ച കേസിൽ പ്രതി അഡ്വക്കേറ്റ് ബെയ്ലിൻ ദാസ് അറസ്റ്റിലായി. തുമ്പ പോലീസിന്റെ പിടിയിലായത് പൂന്തൂറയിലെ വീട്ടിലെത്തി മടങ്ങുമ്പോൾ പ്രതിയെ DCPയുടെ നേതൃത്വത്തിൽ ചോദ്യം ചെയ്തു. ഒപ്പം നിന്നവർക്ക് നന്ദിയെന്ന് അഡ്വക്കേറ്റ് ശ്യാമിലി 24-നോട്. എല്ലാ രംഗത്തുള്ളവരും എന്നെ വളരെയധികം സഹായിച്ചിട്ടേ ഉള്ളൂ. പ്രത്യേകിച്ച് എനിക്ക് ഈ അവസരത്തിൽ നന്ദി മാത്രമേ പറയാനുള്ളൂ. കേരള പോലീസിൻ്റെ ഇടപെടൽ വളരെ വളരെ സത്യസന്ധമായിട്ടും ഊർജ്ജപരമായിട്ടുമാണ് കേസ് അന്വേഷിച്ചത്. എല്ലാവരോടുള്ള നന്ദി മാത്രമേ എനിക്ക് ഈ അവസരത്തിൽ പറയാനുള്ളൂ. എല്ലാം കോടതിയിൽ പറഞ്ഞോളാമെന്ന് ബെയ്ലിൻ ദാസ് മാധ്യമങ്ങളോട് പറഞ്ഞു. പോസ്റ്റൽ വോട്ട് തിരുത്തിയെന്ന പരാമർശത്തിൽ മലക്കം മറിഞ്ഞ ജി സുധാകരൻ വോട്ട് തിരുത്തിയിട്ടില്ലെന്നും അല്പം ഭാവന കലർത്തി പറഞ്ഞതാണെന്നും വിശദീകരണം. നൽകിയത് വോട്ട് മാറ്റി കുത്തുന്നവർക്കുള്ള മുന്നറിയിപ്പ്. ഭാവന കലർത്തി പറഞ്ഞു, അതെ അങ്ങനെ സംഭവിച്ചിട്ടില്ല. നമ്മുടെ പാർട്ടി വിസലങ്ങ് ഒരു ബാലറ്റും തുറന്നു നോക്കിയിട്ടില്ല, ഒരു ബാലറ്റും ആരും തിരുത്തിയിട്ടില്ല. ഞാൻ അതിലൊന്നും പങ്കെടുത്തിട്ടില്ല, ഞാൻ ഇന്നവരെ കണ്ടുകൊണ്ട് ചെയ്തിട്ടുമില്ല. കേസെടുക്കാൻ പോലീസിന് ആലപ്പുഴ ജില്ലാ കളക്ടറുടെ നിർദ്ദേശം. ജി സുധാകരന്റെ മൊഴിയെടുത്ത് അമ്പലപ്പുഴ തഹസിൽദാർ. വോട്ട് അട്ടിമറിക്കുന്നത് CPM രീതിയല്ലെന്ന് ആലപ്പുഴ ജില്ലാ സെക്രട്ടറി R നാസർ. നെടുമ്പാശ്ശേരിയിൽ യുവാവിനെ CISF ഉദ്യോഗസ്ഥർ കാർ ഇടിപ്പിച്ച് കൊലപ്പെടുത്തിയതിന്റെ ഞെട്ടൽ മാറാതെ നാട്. ഐവിൻ ജിജോയുടെ മൃതദേഹം അങ്കമാലി തുറവൂരിലെ വീട്ടിലെത്തിച്ചു. സംസ്കാരം നാളെയാണ്. മരണകാരണം തലക്കേറ്റ ക്ഷതമെന്ന പ്രാഥമിക പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട്. പ്രതികളായ CISF ഉദ്യോഗസ്ഥർക്ക് സർവീസിൽ നിന്ന് സസ്പെൻഷൻ. അതിക്രൂര കൊലപാതകം വാഹനം തട്ടിയതുമായി ബന്ധപ്പെട്ട തർക്കത്തിനിടെ. മുൻ KPCC അധ്യക്ഷൻ K സുധാകരൻ 24-നോട് നടത്തിയ വെളിപ്പെടുത്തലിൽ ആടിയുലഞ്ഞ കോൺഗ്രസ് രാഷ്ട്രീയം. പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന് മാറ്റിയതിനു പിന്നിൽ സ്വാർത്ഥ താല്പര്യമുള്ള ചില നേതാക്കൾ. എല്ലാ അത്തരം കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടെന്നാണ് എനിക്ക് ലേറ്റസ്റ്റായിട്ട് കിട്ടിയ അഭിപ്രായങ്ങൾ. പക്ഷേ ഞാനത് മനസ്സാവാച കർമ്മണ ഞാൻ ചെയ്തിട്ടില്ല. കേരളത്തിൽ സംഘടനാ പോരായ്മയെന്ന് ദേശീയ നേതാവ് തെറ്റായി റിപ്പോർട്ട് നൽകിയെന്ന ആരോപണം. K സുധാകരന് അതൃപ്തിയുള്ളതായി തനിക്ക് അറിയില്ലെന്ന് KPCC പ്രസിഡന്റ് സണ്ണി ജോസഫ്. പരസ്യ പ്രതികരണത്തിനില്ലെന്ന് രമേശ് ചെന്നിത്തല. K സുധാകരനെ പിന്തുണച്ച K മുരളീധരൻ. ഇന്ത്യ പാക് വെടിനിർത്തലിനായി ഇടപെട്ടു എന്ന ഡൊണാൾഡ് ട്രംപിന്റെ വാദം തള്ളി വിദേശകാര്യമന്ത്രി S ജയശങ്കർ. വെടിനിർത്തലിന് അപേക്ഷിച്ചത് ആരാണെന്ന് എല്ലാവർക്കും അറിയാമെന്ന് പ്രതികരണം. സിന്ധു നദീജല കരാർ മരവിപ്പിച്ച നടപടി പിൻവലിക്കില്ല. തുർക്കി കമ്പനിയായ സെലബി എയർപോർട്ട് സർവീസസ് ലിമിറ്റഡിന്റെ സുരക്ഷാ അനുമതി റദ്ദാക്കി ഇന്ത്യ. ഇന്ത്യക്കൊപ്പം വന്ന ഇസ്രയേൽ. ജമ്മുകശ്മീരിൽ ഭീകരവിരുദ്ധ നടപടി തുടർന്ന് സുരക്ഷാ സേന പഹൽഗാമിൽ കൂട്ടക്കൊല നടത്തിയ ഭീകരരെ സഹായിച്ച ആസിഫ് ഷെയ്ഖ് ഉൾപ്പെടെ 3 ജെയ്ഷെ ഭീകരരെ സൈന്യം വധിച്ചു. ഏറ്റുമുട്ടലുണ്ടായ ത്രാൽ മേഖലയിൽ കനത്ത സുരക്ഷ ഏർപ്പെടുത്തി. വെടിനിർത്തൽ ധാരണയ്ക്ക് പിന്നാലെ പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് ശ്രീനഗർ സന്ദർശിച്ചു. കരസേനാ മേധാവി കമ്മു കാശ്മീരിൽ. കേണൽ സോഫിയ ഖുറേഷിക്കെതിരായ അതിശയ പരാമർശത്തിൽ മധ്യപ്രദേശിലെ BJP മന്ത്രി വിജയ് ഷായ്ക്കെതിരെ രൂക്ഷ വിമർശനവുമായി സുപ്രീം കോടതി. ഭരണഘടനാ പദവി വഹിക്കുന്നവർ ഉത്തരവാദിത്തത്തോടെ പെരുമാറണമെന്ന് ചീഫ് ജസ്റ്റിസ്. 15 മിനിറ്റ് മീറ്റിംഗ് നടന്ന സമയത്ത് എന്നെക്കുറിച്ചോ എന്നോടോ ഒരു സാധനം ആരും പറഞ്ഞിട്ടില്ല. പാർട്ടിയുടെ വഴിക്ക് എൻ്റെ ഒരു കമ്മ്യൂണിക്കേഷനിലെ ഒരു എഴുത്തുമില്ല, ഒരു വാർത്തയുമില്ല, എന്നോട് നേരിട്ട് പറഞ്ഞിട്ടില്ല. അപ്പം ഞാൻ എന്താ പറയേണ്ടത്? എന്നോട് എൻ്റെ അറിവിൽ എൻ്റെ സാന്നിധ്യത്തിലുണ്ടായിട്ടുണ്ട്. വെടിനിർത്തൽ വിഷയത്തിലെ പ്രതികരണത്തിൽ കോൺഗ്രസ് താക്കീത് ചെയ്തെന്ന റിപ്പോർട്ടുകൾ തള്ളി ഡോക്ടർ ശശി തരൂർ MP. പ്രതികരണം ഇന്ത്യക്കാരൻ എന്ന നിലയിൽ.
കടുവയുടെ ആക്രമണത്തിൽ ടാപ്പിംഗ് തൊഴിലാളി കൊല്ലപ്പെട്ട മലപ്പുറം കാളികാവിൽ വനം വകുപ്പിന്റെ പ്രത്യേക ദൗത്യ സംഘം നിരീക്ഷണത്തിന് കുങ്കിയാനെ എത്തിച്ചു. സ്ഥലത്തിന്റെ ഘടന ദൗത്യത്തിന് വെല്ലുവിളിയെന്ന് ഡോക്ടർ അരുൺ സക്കറിയ. നാട്ടുകാർ പ്രതിഷേധം അവസാനിപ്പിച്ചത് വനം വകുപ്പ് ഉദ്യോഗസ്ഥർ ഉറപ്പുകൾ എഴുതി നൽകിയതോടെ. കൊല്ലപ്പെട്ട ഗഫൂറിന്റെ മൃതദേഹം ഇന്ന് തന്നെ സംസ്കരിക്കും. വനം വകുപ്പ് കസ്റ്റഡിയിലെടുത്തയാളെ മോചിപ്പിച്ചെന്ന പരാതിയിൽ കോന്നി MLA KU ജനീഷ് കുമാറിനെതിരെ കേസെടുത്തു. പോലീസ് നടപടി ഔദ്യോഗിക കൃത്യനിർവഹണം തടസ്സപ്പെടുത്തിയെന്ന ഫോറസ്റ്റ് ഉദ്യോഗസ്ഥരുടെ പരാതിയിൽ. ആന ചരിഞ്ഞ സംഭവത്തിൽ നിയമവിരുദ്ധമായി കസ്റ്റഡിയിലെടുത്തെന്നാരോപിച്ച് വനംവകുപ്പിനെതിരെ പരാതിയുമായി പ്രദേശവാസികൾ. MLA പിന്തുണച്ച് CPM ജില്ലാ നേതൃത്വം. മുസ്ലിം ലീഗ് ദേശീയ നേതൃത്വത്തിൽ ആദ്യമായി വനിതകളെ ഉൾപ്പെടുത്തി. കേരളത്തിൽ നിന്നുള്ള ജയന്തി രാജനും തമിഴ്നാട്ടിൽ നിന്നുള്ള ഫാറ്റിമ മുസഫറും ദേശീയ അസിസ്റ്റന്റ് സെക്രട്ടറിമാർ. ദേശീയ ജനറൽ സെക്രട്ടറിയായി PK കുഞ്ഞാലിക്കുട്ടിയും പ്രസിഡന്റായി ഖാദർ മൊയ്തീനും തുടരും. ഭാരവാഹികളെ പ്രഖ്യാപിച്ചത് ചെന്നൈയിൽ ചേർന്ന ദേശീയ കൗൺസിൽ യോഗത്തിൽ. പ്രധാന വാർത്തകൾ കഴിഞ്ഞു. മറ്റു വാർത്തകളിലേക്ക് വിശദമായി. സിന്ധു നദീജല കരാർ മരവിപ്പിച്ചത് ചർച്ച ചെയ്യണം എന്നാവശ്യപ്പെട്ട് പാകിസ്ഥാൻ അയച്ച കത്ത് നിരസിച്ച് ഇന്ത്യ. ഭീകരവാദം അവസാനിപ്പിക്കാതെ തീരുമാനം പുനഃപരിശോധിക്കില്ലെന്ന് വിദേശകാര്യമന്ത്രി S ജയശങ്കർ പറഞ്ഞു. ഓപ്പറേഷൻ സിന്ദൂറിലൂടെ ഉദ്ദേശിച്ച ലക്ഷ്യം നേടിയെന്നും വെടിനിർത്തലിന് പിന്നിൽ അമേരിക്കയുടെ മധ്യസ്ഥതയില്ലെന്നും ജയശങ്കർ വ്യക്തമാക്കി. സിന്ധു നദീജല കരാർ മരവിപ്പിച്ച വിഷയം ചർച്ച ചെയ്യണമെന്നാവശ്യപ്പെട്ട് പാകിസ്ഥാൻ ജലവിഭവ വകുപ്പ് മന്ത്രാലയമാണ് ഇന്ത്യക്ക് കത്തയച്ചത്. പഹൽഗാം ഭീകരാക്രമണത്തിന് പിന്നാലെ കഴിഞ്ഞ ഏപ്രിൽ 23 ചേർന്ന സുരക്ഷാ കാര്യങ്ങൾക്കുള്ള കേന്ദ്ര ക്യാബിനറ്റാണ് കരാർ മരവിപ്പിച്ചത്. എന്നാൽ തീരുമാനം പുനഃപരിശോധിക്കേണ്ടതില്ലെന്ന നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ് കേന്ദ്രം. അതിർത്തി കടന്നുള്ള ഭീകരത വിശ്വസനീയമായ വിധം അവസാനിപ്പിക്കുന്നതുവരെ തീരുമാനം മാറ്റില്ലെന്ന് വിദേശകാര്യമന്ത്രി S ജയശങ്കർ. The Indus Waters Treaty is held in abeyance and will be continued to be held in abeyance until cross-border terrorism by Pakistan is credibly and irrevocably stopped. ഓപ്പറേഷൻ സിന്ദൂറിലൂടെ ഭീകര ക്യാമ്പുകളാണ് രാജ്യം തകർത്തത്. ഇതിൽ നിന്നും പാക് സൈന്യത്തിന് മാറി നിൽക്കാമായിരുന്നു. പക്ഷേ ആ നല്ല ഓപ്ഷൻ സ്വീകരിക്കാതിരിക്കാനാണ് പാകിസ്ഥാൻ തീരുമാനിച്ചത്. മെയ് 10 തിരിച്ചടിയിൽ പാകിസ്ഥാന് കാര്യമായ നാശനഷ്ടമുണ്ടായി. ഇതിന്റെ തെളിവുകളടക്കം പുറത്തുവന്നു. വെടിനിർത്തലിന് അമേരിക്കൻ മധ്യസ്ഥത ഇല്ലെന്നും പാകിസ്ഥാനുമായുള്ള ചർച്ച എന്നും ഉഭയകക്ഷിപരമായിരിക്കുമെന്നും ജയശങ്കർ വ്യക്തമാക്കി. പഹൽഗാം ആക്രമണത്തിന് പിന്നിലെന്ന് സംശയിക്കുന്ന ദി റെസിസ്റ്റന്റ് ഫ്രണ്ടിനെ ഭീകരരുടെ പട്ടികയിൽപ്പെടുത്താൻ UN ആസ്ഥാനത്തേക്ക് ഇന്ത്യ പ്രത്യേക സംഘത്തെ അയച്ചു. ഉപരോധ കമ്മിറ്റിയെ കാണുന്ന സംഘം തീവ്രവാദ വിരുദ്ധ കമ്മിറ്റിയുടെ മുന്നിൽ തെളിവുകൾ ഹാജരാക്കും. 24 ഡൽഹി. പാകിസ്ഥാന് പിന്തുണ പ്രഖ്യാപിച്ച തുർക്കിക്കെതിരെ നടപടി ഇന്ത്യ കടുപ്പിച്ചു. തുർക്കി ഗ്രൗണ്ട് ഹാൻഡ്ലിംഗ് കമ്പനിക്ക് ഇന്ത്യയിലെ വിമാനത്താവളങ്ങളിൽ വിലക്കേർപ്പെടുത്തി. അതിനിടെ JNUവിന് പിന്നാലെ ജാമിയ മിലിയ സർവകലാശാലയും തുർക്കിയിലെ എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുമായുള്ള സഹകരണം അവസാനിപ്പിച്ചു. പാകിസ്ഥാന് പിന്തുണ നൽകുന്ന തുർക്കിക്കെതിരെ കടുത്ത നടപടി തുടരുകയാണ് കേന്ദ്രം. തുർക്കി ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ഗ്രൗണ്ട് ഹാൻഡ്ലിംഗ് കമ്പനിയായ ജലബി എയർപോർട്ട് സർവീസസിനാണ് ഇന്ത്യയിലെ വിമാനത്താവളങ്ങളിൽ വിലക്കേർപ്പെടുത്തിയത്. ജലബി എയർപോർട്ട്സിന്റെ സെക്യൂരിറ്റി ക്ലിയറൻസ് ആണ് കേന്ദ്ര സർക്കാർ റദ്ദാക്കിയത്. ദേശസുരക്ഷ മുൻനിർത്തിയാണ് കമ്പനിക്ക് നൽകിയ സെക്യൂരിറ്റി ക്ലിയറൻസ് റദ്ദാക്കുന്നതെന്ന് ബ്യൂറോ ഓഫ് സിവിൽ ഏവിയേഷൻ സെക്യൂരിറ്റി ജോയിന്റ് ഡയറക്ടർ സുനിൽ യാദവ് പുറത്തിറക്കിയ ഉത്തരവിൽ വ്യക്തമാക്കി. മുംബൈ, ഡൽഹി, ഹൈദരാബാദ്, കൊച്ചി, ചെന്നൈ തുടങ്ങിയ ഇന്ത്യയിലെ പ്രധാന വിമാനത്താവളങ്ങളിലെല്ലാം ഗ്രൗണ്ട് ഹാൻഡ്ലിംഗ് ഓപ്പറേഷൻ ചെയ്യുന്ന പ്രമുഖ കമ്പനിയാണ് ജലബി എയർപോർട്ട് സർവീസസ്. അതിനിടെ തുർക്കിയിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുമായുള്ള സഹകരണം കൂടുതൽ സർവകലാശാലകളും അവസാനിപ്പിച്ചു. തുർക്കിയിൽ അഫിലിയേറ്റ് ചെയ്ത സ്ഥാപനങ്ങളുമായുള്ള ധാരണാപത്രം ഒഴിവാക്കിയതായി ജാമിയ മിലിയ പ്രൊഫസർ സൈമ സയ്യിദ് വ്യക്തമാക്കി. JNU സർവകലാശാലയും തുർക്കിയിലെ ഇനോനു സർവകലാശാലയുമായുള്ള എഗ്രിമെന്റ് റദ്ദാക്കിയിരുന്നു. തുർക്കി, അസർബൈജാൻ എന്നീ രാജ്യങ്ങളിലേക്ക് ഇന്ത്യയിൽ നിന്നും വിനോദസഞ്ചാരത്തിനായി പോകരുതെന്ന ബോയ്ക്കോട്ട് ക്യാമ്പയിനിങ്ങും രാജ്യത്ത് നടക്കുകയാണ്. 24 ഡൽഹി. റീന സതീശിൻ്റെ ഒരു കമന്റ്. SKN, ആ അമ്മയുടെ കരച്ചിൽ മനസ്സിൽ ഉടക്കി നിൽക്കുകയാണ്. ഇന്നത്തെ ഉറക്കം നഷ്ടപ്പെട്ടു. ഡോക്ടർ വന്ദനയുടെ അമ്മയെ ഓർത്തുപോയി എന്നാണ് പറയുന്നത്. അന്നും എനിക്ക് ഉറക്കമില്ലായിരുന്നു. അവർക്കും ഒറ്റ മകളല്ലേ, ഇതെന്തൊരു വിധിയാണ് എന്നാണ് റീന സതീശൻ പറയുന്നത്. വളരെ സങ്കടമാണ്. ഏക മകനാണ് കൊല ചെയ്യപ്പെട്ടത്. നിസ്സാര എന്തോ വണ്ടി ഉരസിയതിൻ്റെ തർക്കത്തിൻ്റെ പേരിലാണ് ഈ CISFലെ 2 ജീവനക്കാർ ഈ വൃത്തികെട്ട പരിപാടി, ഈ നീചകർമ്മം ചെയ്തത്. എന്താ ചെയ്യുക?
ജമ്മു കാശ്മീരിൽ ഭീകരർക്ക് കനത്ത തിരിച്ചടി നൽകി സുരക്ഷാ സേന. ത്രാലിൽ നടന്ന ഏറ്റുമുട്ടലിൽ 3 ജെയ്ഷെ മുഹമ്മദ് ഭീകരരെ സുരക്ഷാ സേന ഇന്ന് വധിച്ചു. പഹൽഗാം ഭീകരർക്ക് സഹായം നൽകിയ പ്രാദേശിക ഭീകരൻ ആസിഫ് ഷെയ്ഖ് അടക്കം 3 പേരെയാണ് ഇന്ന് സുരക്ഷാ സേന വധിച്ചത്. തെക്കൻ കശ്മീരിലെ ത്രാലിലെ നദേർ ഗ്രാമത്തിൽ വനമേഖലയോട് ചേർന്നുള്ള വീട്ടിൽ ഭീകരർ ഒളിച്ചിരിക്കുന്നുണ്ടെന്ന രഹസ്യവിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് സുരക്ഷാ സേന പ്രദേശം വളഞ്ഞത്. പുലർച്ചെ 4 മണിയോടെ ആരംഭിച്ച ഏറ്റുമുട്ടൽ 8 മണിക്കൂർ നീണ്ടു. ഡ്രോൺ ഉപയോഗിച്ച് ഭീകരരെ കണ്ടെത്തിയ ശേഷമാണ് സുരക്ഷാ സേന വധിച്ചത്. 12 മണിയോടെ ഏറ്റുമുട്ടൽ പൂർത്തിയായതായും പ്രദേശത്ത് തെരച്ചിൽ തുടരുമെന്നും ജമ്മുകശ്മീർ പോലീസ് അറിയിച്ചു. Some body of terrorists which are neutralized is sighted. Their identity and affiliation is still to be ascertained because we are in the mode of sanitizing the area and further concluding that operation. പഹൽഗാമിൽ ആക്രമണം നടത്തിയ ഭീകരരെ സഹായിച്ച ആസിഫ് ഷെയ്ഖ്, യാവർ അഹമ്മദ് ഭട്ട്, അമീർ നാസർ വാനി എന്നിവരാണ് കൊല്ലപ്പെട്ടത്. ജെയ്ഷെ മുഹമ്മദിനായി ആക്രമണ പദ്ധതികൾ ആസൂത്രണം ചെയ്യുന്ന ചുമതലയായിരുന്നു ആസിഫ് ഷെയ്ഖിനെന്ന് സുരക്ഷാ സേന കണ്ടെത്തി. പഹൽഗാം ഭീകരാക്രമണത്തിന് പിന്നാലെ ഇയാളുടെ ത്രാലിലെ വീട് സുരക്ഷാ സേന തകർത്തിരുന്നു. ചൊവ്വാഴ്ച ഷോപ്പിയാനിലെ കെല്ലറിൽ നടന്ന ഏറ്റുമുട്ടലിൽ 3 ലഷ്കർ ഇ തൊയ്ബ ഭീകരരെ സുരക്ഷാ സേന വധിച്ചിരുന്നു. പഹൽഗാം ആക്രമണത്തിന് ശേഷം പുറത്തിറക്കിയ 14 പ്രാദേശിക ഭീകരരുടെ പട്ടികയിൽ ഉൾപ്പെട്ടവരാണ് 6 ഭീകരരും. 48 മണിക്കൂറിനകം 6 ഭീകരവാദികളെ വധിക്കാൻ കഴിഞ്ഞത് സുരക്ഷാ സേനയെ സംബന്ധിച്ചിടത്തോളം വലിയ നേട്ടമാണ്. താഴ്വരയിൽ നിന്നും പ്രാദേശിക ഭീകരവാദത്തെ തുടച്ചു നീക്കാനുള്ള നടപടികൾ തുടരുമെന്നാണ് സുരക്ഷാ സേന വ്യക്തമാക്കുന്നത്. ത്രാലിൽ നിന്നും ജോഗേഷ് സിംഗിനൊപ്പം ബൽറാം നെടുങ്ങാടി, 24. CPM സ്ഥാനാർത്ഥിക്ക് വേണ്ടി തപാൽ വോട്ടിൽ കൃത്രിമം നടത്തിയെന്ന പരാമർശത്തിൽ മുതിർന്ന CPM നേതാവ് ജി സുധാകരൻ ഇന്ന് മലക്കം മറിഞ്ഞു. പറഞ്ഞതിൽ അല്പം ഭാവന കലർത്തിയതാണ്. ഒരു തവണ പോലും ബാലറ്റ് തുറന്നു നോക്കിയിട്ടില്ലെന്നും ജി സുധാകരൻ പറഞ്ഞു. തപാൽ വോട്ട് പൊട്ടിച്ച് തിരുത്തിയെന്ന ജി സുധാകരന്റെ ആദ്യ വെളിപ്പെടുത്തലിനെ തള്ളി CPM ആലപ്പുഴ ജില്ലാ നേതൃത്വവും രംഗത്ത് വന്നു. 1989 ആലപ്പുഴയിൽ നടന്ന തെരഞ്ഞെടുപ്പിൽ തപാലോട്ടിൽ കൃത്രിമം കാണിച്ചു എന്ന വെളിപ്പെടുത്തലാണ് ജി സുധാകരനെയും പാർട്ടി നേതൃത്വത്തെയും ഒരുപോലെ വെട്ടിലാക്കിയത്. പക്ഷെ ഒട്ടിച്ചു തന്നാൽ ആരും അറിയില്ല എന്ത് കരുതരുത്, പാർട്ടി ഞങ്ങൾ ഒട്ടിക്കും. ഒട്ടിച്ച് വെരിഫൈ ചെയ്ത് ഞങ്ങൾ തിരിച്ച് എന്റെ പേര് കേസെടുത്താലും കുഴപ്പമൊന്നുമില്ല. വിവാദ പരാമർശം വാർത്തയായതോടെ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ കേസെടുക്കാൻ നിർദ്ദേശവും നൽകി. ഇതിന്റെ ഭാഗമായി അമ്പലപ്പുഴ തഹസിൽദാർ അൻവർ ജി സുധാകരന്റെ പുന്നപ്രയിലെ വസതിയിലെത്തി മൊഴിയെടുത്തു. സുധാകരന്റെ പരാമർശത്തെ CPIM നേതൃത്വം തള്ളുകയും നിയമ നടപടികളിലേക്ക് കടക്കുകയും ചെയ്തതോടെ പരാമർശത്തിൽ നിന്ന് ജി സുധാകരൻ മലക്കം മറിഞ്ഞു. ചേർത്തല കടക്കരപ്പള്ളിയിൽ നടന്ന CPI ലോക്കൽ സമ്മേളനത്തിലെ കുടുംബസംഗമത്തിലായിരുന്നു തിരുത്തൽ. ഞാനപ്പോൾ പൊതുവെ പറഞ്ഞതാണ്. ഞാൻ ആ പറഞ്ഞ കൂട്ടത്തിൽ ലേശം ഭാവനയെ കലർത്തി പറഞ്ഞു. അതെ, അങ്ങനെ സംഭവിച്ചിട്ടില്ല. നമ്മുടെ പാർട്ടി വിസലങ്ങ് ഒരു ബാലറ്റും തുറന്നു നോക്കിയിട്ടില്ല. ഒരു ബാലറ്റും ആരും തിരുത്തിയിട്ടില്ല. ഞാൻ അതിലൊന്നും പങ്കെടുത്തിട്ടില്ല. ഞാൻ ഇന്നവരെ കണ്ടുകൊണ്ട് ചെയ്തിട്ടില്ല. വാർത്ത നൽകിയതിൽ മാധ്യമങ്ങൾക്കും വിമർശനം. നമ്മുടെ മാധ്യമങ്ങളെ കൊണ്ട് എടുത്തിട്ട് ഇന്നവർക്ക് വേറെ വാർത്തയൊന്നുമില്ല. സുധാകരന്റെ വെളിപ്പെടുത്തലിനെ CPIM ജില്ലാ നേതൃത്വം തള്ളി. തെരഞ്ഞെടുപ്പ് അട്ടിമറിക്കുന്ന പാരമ്പര്യം CPIM-നില്ല. അന്വേഷണം നടക്കട്ടെ എന്നും CPIM ജില്ലാ സെക്രട്ടറി R നാസർ. അതേസമയം വിവാദ പ്രസംഗത്തിൽ കേസെടുക്കണമെന്ന് ആലപ്പുഴ ജില്ലാ കളക്ടർ സൗത്ത് പോലീസിന് കത്ത് നൽകി. പോലീസ് ഇത് സംബന്ധിച്ച നിയമ ഉപദേശം തേടി. 1989 നടന്ന സംഭവമായതുകൊണ്ടാണ് നിയമ ഉപദേശത്തിന് വിട്ടതെന്ന് സൗത്ത് പോലീസ് അറിയിച്ചു. ജി സുധാകരന്റെ വെളിപ്പെടുത്തൽ ജനാധിപത്യത്തോടുള്ള CPIM കാണിക്കുന്ന വെല്ലുവിളിയാണെന്നും നിയമ നടപടി സ്വീകരിക്കുന്നതിൽ BJP ഇടപെടുമെന്ന് BJP ജില്ലാ നേതൃത്വം വാർത്താക്കുറിപ്പിലൂടെ അറിയിച്ചു. 24 ആലപ്പുഴ. ബില്ലുകളിൽ തീരുമാനമെടുക്കാതെ തമിഴ്നാട് ഗവർണർ തമിഴ്നാട് ഗവർണർ നീട്ടിക്കൊണ്ടുപോയതിന് സമയപരിധി നിശ്ചയിച്ച സുപ്രീം കോടതിയോട് 14 ചോദ്യങ്ങളുമായി രാഷ്ട്രപതി ദ്രൗപദി മുർമു. പ്രസിഡൻഷ്യൽ റഫറൻസിലുള്ള സവിശേഷ അധികാരം വിനിയോഗിച്ചാണ് രാഷ്ട്രപതിയുടെ ഈ നീക്കം. തമിഴ്നാട് നിയമസഭ പാസാക്കിയ ബില്ലിൽ തീരുമാനമെടുക്കാൻ ഗവർണർക്ക് സമയപരിധി നിശ്ചയിച്ച സുപ്രീം കോടതിയുടെ വിധിക്കെതിരെയാണ് രാഷ്ട്രപതി ദ്രൗപദി മുർമുവിന്റെ നിർണായക നീക്കം. ഭരണഘടനയുടെ 143(1) അനുച്ഛേദം പ്രകാരമുള്ള അധികാരമാണ് രാഷ്ട്രപതി ഉപയോഗിച്ചത്. ഭരണഘടനയുടെ 200, 201 അനുച്ഛേദ പ്രകാരം നിയമസഭകൾ പാസാക്കുന്ന ബില്ലുകളിൽ തീരുമാനമെടുക്കാൻ സമയപരിധിയില്ലെന്ന് രാഷ്ട്രപതി കൈമാറിയ റഫറൻസിൽ ചൂണ്ടിക്കാട്ടി. ബില്ലുകൾ ഗവർണർക്ക് ലഭിക്കുമ്പോൾ ഭരണഘടനയുടെ 200-ാം അനുച്ഛേദ പ്രകാരം മുന്നിലുള്ള മാർഗങ്ങൾ എന്തൊക്കെ? ബില്ലുകളിൽ തീരുമാനമെടുക്കുന്നതിൽ മന്ത്രിസഭയുടെ സഹായവും ഉപദേശവും അനുസരിച്ച് പ്രവർത്തിക്കാൻ ഗവർണർമാർ ബാധ്യസ്ഥരാണോ?
200, 201 അനുച്ഛേദ പ്രകാരം രാഷ്ട്രപതിയും ഗവർണറും ഭരണഘടനാപരമായ വിവേചനാധികാരം വിനിയോഗിക്കുന്നത് ന്യായമല്ലേ എന്നതുൾപ്പെടെ 14 ചോദ്യങ്ങളാണ് രാഷ്ട്രപതി ചോദിച്ചത്. ബില്ലുകൾ നിയമമാകുന്നതിന് മുൻപ് അതിലെ ഉള്ളടക്കം ജുഡീഷ്യൽ പരിശോധനയ്ക്ക് വിധേയമാക്കാൻ കോടതികൾക്ക് അധികാരമുണ്ടോ എന്നും രാഷ്ട്രപതി ചോദിച്ചു. പുനഃപരിശോധനാ ഹർജി നൽകിയാൽ വിധി പ്രസ്താവിച്ച അതേ ബെഞ്ച് തന്നെ പരിഗണിക്കുമെന്നതിനാലും അനുകൂല വിധി ഉണ്ടാകാനുള്ള സാധ്യത കുറവാണെന്നുമുള്ള കേന്ദ്ര സർക്കാർ വിലയിരുത്തലിനിടെയാണ് രാഷ്ട്രപതിയുടെ നിർണായക നീക്കം. 24 ഡൽഹി. മറ്റൊരു വാർത്തയിലേക്ക്. മുസ്ലിം ലീഗ് ദേശീയ നേതൃത്വത്തിൽ ആദ്യമായി വനിതകളെ ഉൾപ്പെടുത്തി പുതിയ ഭാരവാഹികളെ തീരുമാനിച്ചു. കേരളത്തിൽ നിന്നുള്ള ജയന്തി രാജനും തമിഴ്നാട്ടിലെ ഫാറ്റിമ മുസഫറും ദേശീയ അസിസ്റ്റന്റ് സെക്രട്ടറിമാരായി. ദേശീയ ജനറൽ സെക്രട്ടറിയായി PK കുഞ്ഞാലിക്കുട്ടിയും പ്രസിഡന്റായി ഖാദർ മൊയ്തീനും തുടരും. സംഘടനാ തലത്തിലെ ചരിത്രപരമായ പ്രഖ്യാപനമാണ് മുസ്ലിം ലീഗ് ദേശീയ സമ്മേളന വേദിയിലുണ്ടായത്. ദേശീയ കമ്മിറ്റിയിൽ വനിതാ സാന്നിധ്യം. വയനാട്ടിൽ നിന്നുള്ള ജയന്തി രാജനും ദേശീയ വനിതാ ലീഗ് അധ്യക്ഷയും ചെന്നൈ കൗൺസിലറുമായ ഫാത്തിമ മുസഫറും അസിസ്റ്റന്റ് സെക്രട്ടറിമാരായി. മുസ്ലിം ലീഗിനകത്തെ മെമ്പർഷിപ്പിൽ ഭൂരിപക്ഷവും വനിതകളുടേതാണ്. മുസ്ലിം ലീഗ് എന്നും വനിതാ ലീഗിനെ പരിഗണിച്ചിട്ടുണ്ട്. മറ്റ് രാഷ്ട്രീയ പാർട്ടികളെ പോലെയുള്ള ഒരു പരിഗണനയായിരിക്കാം നിങ്ങൾ പ്രതീക്ഷിക്കുന്നത്. പക്ഷേ ഞങ്ങൾക്കെപ്പോഴും താങ്ങും തണലുമായിട്ടാണ് ഈ പ്രസ്ഥാനം നിന്നിട്ടുള്ളത്. This is a very happy moment. We are grateful to our leaders for appointing us and giving us the opportunity. It's a very right time that they are doing this. ദേശീയ ജനറൽ സെക്രട്ടറിയായി PK കുഞ്ഞാലിക്കുട്ടിയും പ്രസിഡന്റായി ഖാദർ മൊയ്തീനും തുടരും. പ്രധാന നേതാക്കളെ എല്ലാവരെയും കമ്മിറ്റിയിൽ നിലനിർത്തി. KPA മജീദും സൈനുൽ അബ്ദീനുമാണ് കേരളത്തിൽ നിന്നുള്ള പുതിയ വൈസ് പ്രസിഡന്റുമാർ. മുനവർ അലി തങ്ങളും ഹാരിസ് ബീരാൻ MP-യും ദേശീയ പ്രസിഡന്റുമാരുടെ പട്ടികയിൽ ഇടം പിടിച്ചു. ഭാരവാഹികളെ ഉയർത്തി സ്ത്രീകൾക്കും യുവാക്കൾക്കും പ്രാതിനിധ്യം നൽകിയും പാർട്ടിക്ക് ഊർജം പകരാനായെന്ന പ്രതീക്ഷയിലാണ് മുസ്ലിം ലീഗ്. 24 ചെന്നൈ. ഇനി ഇപ്പോഴത്തെ കാലാവസ്ഥ. ഇപ്പോഴത്തെ കാലാവസ്ഥ സമർപ്പിക്കുന്നത് ബർജർ പെയിന്റ്സ് 100 years of trust.